ട്രാൻസ്പോർട്ട് KSRTC മേഖലയിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ചാണ് അടുത്തൊരു പ്രഭാഷണമുള്ളത്. KSRTCയുടെ മുൻ ലീഗൽ അഡ്വൈസറായ അഡ്വക്കേറ്റ് ജസ്റ്റിൻ കരിപ്പാട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ജസ്റ്റിൻ കരിപ്പാട്ട് അൺമ്യൂട്ട് ചെയ്ത്. ബഹുമാനപ്പെട്ട ഫെലിക്സ് ജെ പുല്ലൂടൻ, മുൻ DTC ശ്രീ BJ ആന്റണി, ശ്രീ രാജൻ, മറ്റ് യൂണിയൻ നേതാക്കളെ, ഇത് ശ്രവിക്കുന്ന എൻ്റെ ബഹുമാന്യ സുഹൃത്തുക്കളെ, ഞാൻ KSRTC മുൻ ലൈസൺ ഓഫീസറാണ്. എനിക്ക് ഇപ്പൊ ശ്രീ BJ ആന്റണിയുടെ റിസർച്ച് വളരെ പ്രശംസനീയമാണ്. അത് കുറെ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഡീപ്പായിട്ട് പോകുന്നില്ല. ഈ ഇന്നത്തെ കാലത്ത് പൊതുഗതാഗത സംവിധാനം ഒരു ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഭാഗമാണ്, ഒരു സിറ്റി ഡെവലപ്മെന്റ്, ഒരു വ്യാവസായിക ഉന്നമനത്തിന്റെ ഭാഗമാണ്. അതായത് റോഡ്, ഇലക്ട്രിസിറ്റി, മാലിന്യ സംസ്കരണം, ഇതുപോലത്തെ ഒരു എസെൻഷ്യൽ സർവീസ് ആണ് പൊതുഗതാഗത സംവിധാനം. നമ്മുടെ കേരളത്തില് ഈ പൊതുഗതാഗത രംഗത്ത് പ്രൈവറ്റും ഗവൺമെന്റും ഒപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഡിവിഷൻ ബെഞ്ചിൽ ഞാൻ കേസ് പറയുമ്പോൾ ജഡ്ജി KSRTC കേസാണ് പറഞ്ഞത് ഭയങ്കര നഷ്ടമുള്ള മിസ്റ്റർ ജസ്റ്റിസ് എങ്ങനെ നഷ്ടം കുറയ്ക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ്, മിലോഡ്, ഇത് ഈവൻ ലണ്ടൻ ട്രാൻസ്പോർട്ട് ഈസ് റണ്ണിങ് അറ്റ് എ ലോസ്. ലണ്ടൻ ട്രാൻസ്പോർട്ടിന്റെ നഷ്ടമാണ്. ഇപ്പൊ നമ്മൾ ഗൾഫ് കൺട്രിയിലൊക്കെ കൊണ്ടുപോയി, ഓയിൽ റിച്ച് കൺട്രീസ്, അവിടെയും ഗവൺമെന്റ് ചെലവിലാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് നടത്തുന്നത്, ലാഭം നോക്കിയിട്ടല്ല. ഇത് പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് വെച്ച് ലാഭം നോക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ ലാഭം നോക്കുകയാണെങ്കിൽ നമ്മളെ പല ഗവൺമെന്റ് സ്ഥാപനങ്ങളും പ്രൈവറ്റുകാരെ ഏൽപ്പിച്ച് അതിന്റെ പകുതി പൈസ കൊണ്ട് ഇതിനേക്കാൾ എഫിഷ്യന്റ് ആയിട്ട് നടത്താൻ പറ്റും. ഞാനത് പ്രൈവറ്റുകാരെ താഴ്ത്തി കെട്ടി പറയല്ല. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് പ്രൈവറ്റുകാരൻ ഒരു വണ്ടി മേടിച്ചാൽ അടുത്ത കൊല്ലം 2 വണ്ടി മേടിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ ഏത് കാര്യം പറഞ്ഞു കൊടുത്തു. ഇപ്പൊ KSRTCയിൽ എല്ലാ തൊഴിൽ നിയമങ്ങളും അനുസരിച്ച് അവന് ആനുകൂല്യം കൊടുക്കണം. ഇൻക്രിമെന്റ്, ഗ്രേഡ്, അടുത്ത കേഡർ പ്രൊമോഷൻ, പെൻഷൻ, അയാൾ മരിച്ചു കഴിഞ്ഞാൽ ഫാമിലി പെൻഷൻ, ഗ്രാറ്റുവിറ്റി, കമ്മ്യൂട്ടേഷൻ, മറ്റുള്ള ഷൂ, യൂണിഫോം, ഇതെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കണം. ഇതൊന്നും ദൗർഭാഗ്യവശാല് ഇപ്പൊ പ്രൈവറ്റുകാർ കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സിറ്റി സർവീസ് നടത്തുന്ന പല പ്രൈവറ്റുകാരും താലിമാല പണയം വെച്ച് ഡീസൽ അടിച്ച കാര്യമൊക്കെ എനിക്കറിയാം. അവർ ബുദ്ധിമുട്ടാണ് ഇതിനെ നടത്തിക്കൊണ്ടുപോകാൻ. പല പെർമിറ്റും ഇപ്പൊ യൂണിയൻകാരുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും, പല പെർമിറ്റും സറണ്ടർ ചെയ്ത്. കരിപ്പാട്ട് ഹാങ് ആയോ? ജസ്റ്റിൻ കരിപ്പാട്ട്, ഹലോ ജസ്റ്റിൻ കരിപ്പാട്ട്, ഹാങ് ആയതാണോ? സ്റ്റേറ്റിൽ 50 തിരുക്കൊച്ചി സർവീസ് മറൈൻ ഡ്രൈവിൽ വെച്ച് ഒരു ഉദ്ഘാടനം എന്നെ കുറിച്ചുണ്ടായി. ഞാൻ ഉദ്ഘാടനം ചെയ്തത്. ഇപ്പൊ 50 എണ്ണത്തിൽ വളരെ ചുരുക്കം എണ്ണം നിലനിൽക്കുന്നുള്ളൂ, ബാക്കിയുള്ളതൊക്കെ പോയി. ഇവിടെ വൈറ്റ്ല എന്ന് സർക്കിൾ ഇട്ടു, ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും. അതുപോലെ മേനക ടു മേനക, ചീമാട്ടിൽ അതിൽ പോയി MG റോഡിൽ കൂടെ തിരിച്ച് മേനയിൽ വന്നു, അങ്ങനെ ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും. ആ ബസ്സൊന്നും ഇപ്പൊ ഇല്ല. അത് ആരുടെ താല്പര്യപ്രകാരം നിർത്തിയത് നമ്മൾ ഞാനിപ്പോ ഡിപ്പാർട്ട്മെന്റ് ഇല്ല, മുൻ ഡിപ്പാർട്ട്മെന്റ് നല്ല. അത് വളരെ രാഷ്ട്രീയക്കാരുടെ വീക്ഷണത്തിന്റെ തകരാറാണത്. പണ്ടേ ഞാൻ പിന്നെ ഈ എല്ലാ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻസ് ഇന്ത്യയിൽ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആക്ട് 3, 3ാമത്തെ ആക്ട് അനുസരിച്ചാണ് എല്ലാ സ്റ്റേറ്റിലും പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം തുടങ്ങിയിട്ടുള്ളത്. KSRTCയും കർണാടക ട്രാൻസ്പോർട്ടും തമിഴ്നാടൊക്കെ അങ്ങനെ തുടങ്ങിയിട്ടുള്ളത്. ഇന്ന് KSRTCക്ക് 1965 KSRTC ഫോം ചെയ്ത് ഇന്ന് വണ്ടിയുള്ളത് 6000 വണ്ടി എന്ന് പറയുന്നുണ്ട്. അതിൽ 5,000 താഴെ ഓടുന്നുള്ളൂ. അതേ സമയം തുടങ്ങിയ കർണാടക ട്രാൻസ്പോർട്ടിന്, ഞാനിപ്പോ കർണാടക ട്രാൻസ്പോർട്ടിന്റെ വക്കീലാണ്, ഞങ്ങളുടെ ട്രാൻസ്പോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം അതിന്. കർണാടക ട്രാൻസ്പോർട്ടിന് 23,000 കൂടുതൽ ബസ്സുണ്ട്. വളർച്ചയുടെ തോത് നോക്കണം. വളർച്ചയുടെ അത് അവിടുത്തെ സ്റ്റാഫ് വിചാരിച്ചാൽ സാധിക്കുമോ? ഇതൊക്കെ രാഷ്ട്രീയ നേതൃത്വത്തിൽ തീരുമാനിക്കേണ്ടത്. അവർക്ക് എല്ലാ കൊല്ലവും ഗവൺമെന്റ് ബസ് വാങ്ങി സപ്ലൈ ചെയ്യണം, ഓടിച്ചോന്ന് പറഞ്ഞിട്ട്. ഒരു ഇൻവെൻഷനും ഇല്ല ഈ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിൽ. അവരവരുടെ കാര്യം നോക്കി എഫിഷ്യന്റ് ആയിട്ട് കൊണ്ടുപോകുന്നു. അവിടെ തലപ്പത്ത് മിഡിൽ മാനേജ്മെന്റിൽ മുഴുവനും BTech, MTech, MBAക്കാരാണ്. ഇവിടുത്തെ മാതിരി കണ്ടക്ടറോ മെക്കാനിക്കോ ക്ലർക്കോ മൂത്ത ആളുകളല്ല. ഈ മാനേജ്മെന്റിന്റെ ഞാൻ പലപ്പോഴും ഈ കോടതിയിലും യൂണിയൻ രംഗങ്ങളിലൊക്കെ ഇത് ഉയർത്തി കാണിച്ചില്ല. ആരോട് പറയാൻ? ഇത് രാഷ്ട്രീയക്കാർ വിചാരിക്കുന്നതൊക്കെയാണ്. ഈ ട്രാൻസ്പോർട്ടിന്റെ ഇന്നത്തെ അധോഗതിക്ക് മെയിൻ കാരണക്കാർ ഇവിടുത്തെ ഒരു വകതിരിവില്ലാത്ത രാഷ്ട്രീയക്കാരാണ്. എല്ലാ രാഷ്ട്രീയ UDF ആയാലും LDF ആയാലും. പിന്നെ DTC നേരത്തെ പറഞ്ഞു, വൈപ്പിനിൽ നിന്ന് വണ്ടി എറണാകുളത്തേക്ക് വരുന്നില്ല, ആള് ബുദ്ധിമുട്ടുന്നു, പിന്നെ വണ്ടി മാറി കയറണം. അതിനിപ്പോ KSRTC
നോർത്ത് പറവൂരിന്ന് മുനമ്പം, ചേർത്തല, കാക്കനാട്, വൈക്കം ഇങ്ങനെയുള്ള സ്ഥലത്ത് ഡയറക്റ്റ് വണ്ടി പോകുന്നുണ്ട്. ഇപ്പൊ അത് കാരണം നമുക്ക് ശ്രദ്ധിച്ചറിയാം, ഹൈക്കോടതി ജംഗ്ഷനിലെ ആ കൺജഷൻ യാത്രക്കാരെ തിരക്ക് വളരെയേറെ കുറവുണ്ട്. ഞാൻ KSRTC സൈഡായിട്ട് പറയില്ല, സ്വതന്ത്ര മാർഗം ചിന്തിക്കാവുന്ന. അതുപോലെ എറണാകുളം ചെട്ടിന്ന് അങ്കമാലി, പൊന്നാനി, തൃശ്ശൂർ, കൊടുങ്ങല്ലൂർ എല്ലാ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ചിറ്റൂർ സർവീസ് നമ്മൾ തുടങ്ങി. ചിറ്റൂർ ഇപ്പൊ ഓർഡറില്ല. എന്തുകൊണ്ടാ? അതിന് കളക്ഷൻ ഇല്ല. അതും ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ വിശദീകരിക്കണില്ല, അത് നിങ്ങൾ പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ്. പണ്ട് ഇപ്പോഴും KSRTC റൂട്ട് DTC പറഞ്ഞല്ലോ, KSRTC റൂട്ട് പെർമിറ്റ് ആണ്. ഇപ്പൊ എറണാകുളത്ത് നിന്ന് ഗുരുവായൂർക്ക് പോകുന്ന നോട്ടിഫൈഡ് റൂട്ടിൽ കൂടെ പോണത്. നോർത്ത് പറവൂർ മുതൽ വാടാനപ്പള്ളി അപ്പുറത്തേക്ക് സ്കീം കിടപ്പുണ്ട്. ആ സ്കീമൊക്കെ എനിക്ക് 62 സ്കീമുണ്ട് KSRTC. എനിക്കെല്ലാം ബൈഹാർട്ടാണ്. അതിൽ 2009 ഇവർ സുപ്രീം കോടതി പോയിട്ട് സുപ്രീം കോടതി ഡയറക്റ്റ് 31 എക്സിസ്റ്റിംഗ് ഓപ്പറേറ്റേഴ്സിന് ഇപ്പൊ യൂണിയൻകാരൊക്കെ അറിയാൻ പറ്റും. എക്സിസ്റ്റിംഗ് ഓപ്പറേഷൻ കണ്ടിന്യൂ ആസ് ഇറ്റ് ഈസ്, അഡീഷണൽ സർവീസുള്ള KSRTC. അങ്ങനെയാണ് ആ കേസ് അവസാനിച്ചത്. പിന്നെ ഈയിടെ KSRTC ഡിമാൻഡ് ഓൺ ബസ് 30 പേര് കൂടുതൽ യാത്രക്കാരുണ്ടെങ്കിൽ അവർക്ക് നേരത്തെ എഴുതി കൊടുത്താലേ കണ്ടക്ടർ ഷീറ്റിലുണ്ടാവും, ഇന്നലെ സ്റ്റോപ്പ് ചെയ്യുന്ന ആളെ എടുക്കണം. അത് ഹൈക്കോടതിയിലോ അതിലെ PF ഓഫീസിലോ അവർ പറയുന്ന സ്ഥാപനങ്ങളിൽ ഇറക്കി കൊണ്ടു കൊടുക്കും. പിന്നെ ജനതാ സർവീസ് തുടങ്ങി. എല്ലാം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ജനതാ സർവീസ് എന്ന് വെച്ചാൽ യാത്രക്കാരൻ ആവശ്യപ്പെടുന്നിടത്ത് നിർത്തി കൊടുക്കാം. ആലുവയിൽ നിന്ന് വരുന്ന LS ഓർഡിനറി ലിമിറ്റഡ് സ്റ്റോപ്പാണ്. എല്ലായിടത്തും സ്റ്റോപ്പില്ല, അത് കൺവേർട്ട് ചെയ്ത് യാത്രക്കാർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ഇപ്പൊ അല്ലെങ്കിൽ അങ്ങനെയല്ല, നിർത്തൂല. ഇനി അടുത്ത് കച്ചേരിപ്പടിയിലെ സ്റ്റോപ്പുള്ളൂ. പാലാരിട്ട് ഒരാളെ ഇറങ്ങണമെന്ന് പറഞ്ഞില്ല, ഇനി കച്ചേരിപ്പടി ഉള്ളൂ എന്ന് പറയും. ഞാൻ അനുഭവസ്ഥനാണ്. അപ്പൊ അത് വന്നപ്പോ യൂണിയൻകാർ ഹൈക്കോടതി കൊണ്ട് കേസ് കൊടുത്തു. അത് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റുകാർ സമ്മതിക്കാനുള്ള, സ്റ്റോപ്പില്ലാത്തവർ നിർത്തിയ MVAമാര് പെനാൽറ്റി അടിക്കും എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അത് ഗവൺമെന്റ് ഡിസിഷൻ എടുത്തിട്ടുണ്ട്, അങ്ങനെ എല്ലായിടത്തും നിർത്താൻ പാടില്ല. ഓതറൈസ്ഡ് സ്റ്റോപ്പിൽ LS ഓർഡിനറിക്ക് നിർത്തി. അത് വളരെ നല്ല കാര്യം. ഇവിടെ മാത്രമില്ലാത്തുള്ളൂ, കർണാടകയിൽ ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും എന്നല്ല ആകെ പ്രോഫിറ്റ് പോകുന്നത് കർണാടക ട്രാൻസ്പോർട്ടാണ്. ഈവൻ തമിഴ്നാട് ഒരു ലോസിലാണ്. ഇവിടെ പല സിസ്റ്റം കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ DTC പറഞ്ഞ പുതിയ ബസ്സിൽ ഇലക്ട്രിക് ബസ് പച്ച പിടിച്ച് ഇവിടെ പേപ്പറിലൊക്കെ ഉണ്ട്, കാട് കയറി കിടക്കണം എന്നൊക്കെ പറയാം. ആ ഇലക്ട്രിക് ബസ് വന്ന് അന്ന് മുതൽ നഷ്ടമാണ് KSRTC. ഇത് ആരുടെ താല്പര്യത്തിനാണ് KSRTCയുടെ മേലിൽ ഈ തലയിൽ കെട്ടിവെച്ചെന്ന് പറഞ്ഞു ഇലക്ട്രിക് ബസ്? അവിടെ അന്വേഷിച്ചാൽ അറിയാം, എന്റെ കണക്കൊക്കെ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങൾ ചെയ്യാവുന്നത്, ഇപ്പൊ ചേർത്തല റൂട്ടിൽ പ്രൈവറ്റ് ഉണ്ട്. ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ കൂടുതൽ ഓർഡിനറി സർവീസ് നിങ്ങൾക്ക് പലർക്കും അറിയാൻ പറ്റും. തോപ്പുംപടി സെന്റർ ചെയ്തിട്ട് അവിടെ നിന്ന് ചേർത്തല അപ്പുറം ആലപ്പുഴ വരെ ഓർഡിനറി സർവീസ് ഉണ്ട്. ഓർഡിനറി ഇടാൻ കാരണം വെച്ചാൽ സാധാരണ യാത്രക്കാർ കൂടുതൽ അവിടെ ആ ഏരിയയിലാണുള്ളത്, പാസഞ്ചേഴ്സ്. പ്രൈവറ്റ് കുറച്ചേ ഉള്ളൂ. ആ സ്ഥാനത്ത് കോട്ടയത്തേക്ക് ഇഷ്ടംപോലെ പ്രൈവറ്റ് ബസ് ഉണ്ട്. ഇവിടെ ഉള്ള കോട്ടയം, എറണാകുളം, കോട്ടയം എന്ന് പറഞ്ഞ് മിനിറ്റ് പ്രൈവറ്റ്. അവിടെ ഞങ്ങൾ എന്താ പറയാ, ട്രിവാൻഡ്രം റൂട്ടിലേക്കുള്ള ലോങ് സർവീസുകൾ, ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ് അത് കൊടുക്കും. പിന്നെ KSRTC നഷ്ടത്തിൽ ആണെന്ന് പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. KSRTC ജീവനക്കാരന് ശമ്പളം റിവിഷൻ വരും, പേ റിവിഷൻ വരും. DA ഇതിപ്പോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ DA 6 മാസം കൊണ്ട് DA ഇൻക്രീസ് ചെയ്യും. പിന്നെ പെൻഷൻ ഇൻക്രീസ് ചെയ്യും. ഈ KSRTC ആരംഭിക്കുന്ന കാലത്ത് 3000 പെൻഷൻകാരുണ്ടായിരുന്നു, 3 കോടി രൂപ. ഇന്ന് 45,000 പെൻഷൻകാരാണ്. 45,000 പെൻഷൻകാരെ 60 കോടി രൂപയുടെ മേലെ വേണം പെൻഷൻ കൊടുക്കണമെങ്കിൽ. ഇത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുമോ? അത് ഗവൺമെന്റും പറഞ്ഞിട്ടുണ്ട്, അത് തൊഴിലാളികളുടെ അവകാശമാണ് പെൻഷൻ കൊടുക്കുന്നത്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കൊടുത്തു വരുമ്പോ KSRTC നഷ്ടത്തിലേ പോവുള്ളൂ. KSRTC ഒരു പബ്ലിക് ഡ്യൂട്ടി സർവീസാണ്. ലാഭം പ്രതീക്ഷിക്കരുത്. അങ്ങനെ ലാഭം പ്രതീക്ഷിക്കരുത്. ഇപ്പൊ ഒരു പ്രൈവറ്റുകാരനൊക്കെ, ഞാനിപ്പോ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റും KSRTCയും ഒരേ മന്ത്രിയുടെ കീഴിലുള്ളതാണ്. പലപ്പോഴും ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിൽ KSRTC ഉണ്ടാകുന്ന അപ്രോച്ച് കുറ്റപ്പെടുത്താൻ അതിനെ വെളിപ്പെടുത്തുന്നില്ല. പിന്നെ ഇവിടെ പല സ്ഥാപനങ്ങളുണ്ട്. ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട്. ഇപ്പൊ ഈവൻ ദിസ് ട്രാൻസ്പോർട്ട് MV ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രൈവറ്റുകാരന് കൊടുത്ത് ഇതിന്റെ പകുതി പൈസ നടത്തുമല്ലോ, ഇതിനേക്കാൾ എഫിഷ്യന്റ് ആയിട്ട്. പക്ഷെ അത് പറ്റില്ല. അത് പബ്ലിക് സിസ്റ്റമാണ്, അത് അങ്ങനെ നടത്തിയേ പറ്റൂ. അത് പബ്ലിക് യൂട്ടിലിറ്റിയാണ്.
ഗവൺമെന്റ് ബസ് പബ്ലിക് യൂട്ടിലിറ്റി ആണ്, അതുപോലെ KSRTC പബ്ലിക് യൂട്ടിലിറ്റി ആണ്. അത് അവിടുത്തെ മാനേജ്മെന്റ് എഫിഷ്യന്റ് മാനേജ്മെന്റ് വരണം. വിഷനുള്ള രാഷ്ട്രീയക്കാരും ഉണ്ടെങ്കിൽ പണ്ടൊക്കെ ഉണ്ട് തമിഴ്നാടിനെയും കർണാടകയും പോലെ എഫിഷ്യന്റ് സിറ്റി സർവീസ് കൂടെ വന്നേനെ. ഒരു പ്രൈവറ്റുകാരൻ കോമ്പീറ്റ് ചെയ്യുന്നത് ഇപ്പൊ DTCക്ക് അറിയാം, 2 മിനിറ്റ് ഗ്യാപ്പിലാണ് പെർമിറ്റ് കൊടുക്കുന്നത്. അവൻ ജീവിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുന്നതാണ്. അപ്പൊ കോമ്പറ്റീഷൻ വരും. അങ്ങനെയാണ് അപകടങ്ങൾ ആക്സിഡന്റ്. പക്ഷേ KSRTC അങ്ങനെ വലിയ റെസ്ട്രിക്ഷൻ ഇല്ല, വലിയ അപകടവും വരുത്താറില്ല. ഇതൊക്കെയാണ് KSRTCയും പ്രൈവറ്റും തമ്മിലുള്ള KSRTCയുടെ നിസ്സഹായത. അല്ലാണ്ട് KSRTC ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചില്ല. എന്നാൽ കോടതി പറഞ്ഞിങ്ങനെ എന്നോട് ചോദിച്ചോട് KSRTCയിൽ നൈറ്റ് സർവീസ് തമിഴ്നാട്ടിൽ സർവീസ് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ എടുത്ത് വായിക്കും പറഞ്ഞു എമിലോട്. ഇന്ന് KSRTC സ്റ്റാൻഡിൽ നിന്ന് വൈകുന്നേരം, കൊറോണയ്ക്ക് മുമ്പാണ്, 10:30 ഒരു സുൽത്താൻ ബത്തേരി ബസ് പോകുന്നുണ്ട്. അത് നേരം വെളുത്ത് അവിടെ സുൽത്താൻ ബത്തേരി. ആ നേരം അത്ര ഈ പാവപ്പെട്ട ഡ്രൈവർ കണ്ണും കാതും കൈയും എല്ലാം അലേർട്ടാക്കി ഒരു കുഴപ്പം കൂടെ അവിടെ എത്തിക്കണം. ഇവിടുന്ന് ബാംഗ്ലൂർ വരെ ഡ്രൈവർമാർ, ഒരു ഡ്രൈവറെ അപ്പോയിന്റ് ചെയ്തപ്പോ ഞാൻ അന്ന് എതിർത്തിട്ടില്ല, ഇത് മൃഗീയമാണ്, അടിമത്തമാണെന്ന് പറയും. ഇപ്പൊ അത് കാരണം DC ഡ്രൈവർ കം കണ്ടക്ടർ, അതിന് യൂണിയൻകാരെ എതിർക്കാണ്. ഡ്രൈവർക്കും കണ്ടക്ടർ വേണ്ട, ഒരു ഡ്രൈവറെ പൊയ്ക്കോളൂ, അവന് കൊല്ലാൻ വേണ്ടിയിട്ട്. മാത്രമല്ല പാസഞ്ചേഴ്സിന്റെ സേഫ്റ്റിയുടെ പ്രശ്നം കൂടിയാണ്. പല എല്ലാ സ്റ്റേറ്റിലും, കർണാടക, ബാംഗ്ലൂര്, ഗോവ, മഹാരാഷ്ട്ര, ഇവിടെയൊക്കെ ഡ്രൈവർക്കും കണ്ടക്ടറാ. നിങ്ങളിപ്പോ കർണാടക വണ്ടിയിൽ ഞങ്ങളുടെ വണ്ടി കയറി നോക്കി അറിയാം, നല്ല ബിഹേവിയറാണ്. ഒരു ഡ്രൈവർ കുറെ ഓടിച്ച് ചെല്ലുമ്പോൾ അവൻ ഇറങ്ങി കണ്ടക്ടർ ആവും. അങ്ങനെ മാറി 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 അവിടെ ചെല്ലും. അപ്പൊ നല്ല അപ്രോച്ചുമാണ്. ഇപ്പൊ ഇവിടെ ഈ KSRTC പബ്ലിക് ട്രാൻസ്പോർട്ട് വരുന്നതാണ് എപ്പോഴും നല്ലത്. ഇവിടെ തിരുക്കൊച്ചി സർവീസ് തുടങ്ങിയപ്പോ പ്രൈവറ്റ് സമരങ്ങൾ അങ്ങനെ ആധിക്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ പണ്ടൊക്കെ തൊട്ടേൻ പിടിച്ചാലും സമരമായിരുന്നു. ME ഡിപ്പാർട്ട്മെന്റുകാരും പോയാലും അനുസരിക്കാത്ത ആളാണ്. പിന്നെ ഇനി ഇതിനെ KSRTC അല്ലാതെ ഇവിടുത്തെ റോഡ് ഗതാഗതത്തിന്റെ കുരുക്കളെ പറ്റി എനിക്ക് പറയാനുള്ളത്, ഈ നോട്ടിഫൈഡ് ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ 5 ഓട്ടോറിക്ഷ മാത്രം നിർത്താൻ പാടില്ലെന്നാണ് നിയമം. ഇവിടെ അതാണ് ഞാൻ പറയാനുള്ളത്. നിങ്ങൾ നോക്കിയാൽ മതി എവിടെയെങ്കിലും ഓട്ടോറിക്ഷ. ഇവിടെ ഓട്ടോറിക്ഷ തുടങ്ങുന്ന പെട്ടിക്കടയുടെ കേസ് ഞാൻ കൊച്ചി കോർപ്പറേഷന്റെ വക്കീലും കൂടിയാണ്. കോടതിയിട്ട് കൊടയാണ് പെട്ടിക്കടക്കാരെ പുനരധിവസിപ്പിക്കണം. കാണുന്നിടത്തൊക്കെ പെട്ടിക്കട വന്ന് റോഡ് ബ്ലോക്ക് ആക്കുകയാണ്. പിന്നെ അതുപോലെ ഒരു വലിയൊരു കേസ് അവിടെ നടക്കുന്നുണ്ട്, റോഡ് കണ്ടീഷൻ എന്നുള്ളൊരു പയ്യൻ കുഴിയിൽ വീണ് മരിച്ചു. ഞാനും കൂടെ അപ്പിയർ ചെയ്യേണ്ട കേസിൽ. അപ്പൊ കൊച്ചിൻ കോർപ്പറേഷനോട് ഈ റോഡ് പൊളിഞ്ഞതിന് ഉത്തരവാദികളുടെ എഞ്ചിനീയർമാരുടെയും കോൺട്രാക്ടർമാരെയും പേര് കൊടുക്കാൻ പറഞ്ഞേക്കാണ്. അപ്പൊ ഈ പൊളിഞ്ഞ റോഡുകളും പിന്നെ ഈ ഓപ്പണിങ്, നമ്മൾ ചെന്നൈയിലോ ബാംഗ്ലൂരൊക്കെ പോയാലോ ഒന്ന് ഡീവിയേഷൻ എടുക്കണ ഒരു 1/4-3/4 കിലോമീറ്റർ പോയാലോ തിരിഞ്ഞു വരാൻ പറ്റുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. എന്റെ കടയുടെ വാതിൽക്ക് മീഡിയൻ പാടില്ല, അവിടെ പൊളിച്ചു കൊടുക്കും. അതുകൊണ്ട് എങ്ങനെ വന്നു റോഡ് ബ്ലോക്ക് ആകുകയാണ്. പിന്നെ ലാക്ക് ഓഫ് സിങ്ക്രണൈസ്ഡ് ട്രാഫിക് സിസ്റ്റം. സിങ്ക്രണൈസ് സിഗ്നൽ വരുമ്പോ ഈ കലൂരിൽ നിന്നുള്ള സിഗ്നല് ജഡ്ജസ് അവന്യൂല് വരുമ്പോ അവിടെ നിന്ന് വീണ്ടും പച്ചവന്ന്, അങ്ങനെ അതാണ് സിങ്ക്രണൈസേഷൻ. ഇവിടെ അങ്ങനെയില്ല. കലൂരിന് ഓടിപ്പിടിച്ച് ഉടനെ ചുവപ്പാണ്. അത് 2 മിനിറ്റ് അവിടെ കിടന്നു. പിന്നെ അടുത്ത സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും റെഡ് വന്നു. ഇത് സിങ്ക്രണൈസ് സിസ്റ്റം ഒക്കെ പല പ്രപ്പോസലുകളായി. മറ്റേ നമ്മുടെ ബഹുമാനപ്പെട്ട BJ ആന്റിക്ക് ഇതിനെ പറ്റി അതിനെക്കാളും കൂടുതൽ അറിവുള്ളായിരിക്കും. ഇപ്പൊ ഏതായാലും മാറ്റി തുടങ്ങേണ്ടതെന്ന് തോന്നണം. ഇതൊക്കെയാണ് KSRTCയുടെ കോൺട്രിബ്യൂഷൻ കൊച്ചിയുടെ ഗതാഗതത്തിലുള്ളത്. നന്ദി. താങ്ക് യു ഡിയർ കരിപ്പാട്ട്. ഞങ്ങൾ അഡ്വക്കേറ്റ് ജസ്റ്റിൻ കരിപ്പാട്ടിനെ സ്നേഹബുദ്ധിയ കരിപ്പാട്ട് എന്നാണ് വിളിക്കാറ്. അടുത്തതായിട്ട് പ്രൈവറ്റ് ബസ്സുകളുടെ പ്രശ്നങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നത് ജില്ലാ പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയുമായ ശ്രീ KS രാജൻ. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. രാജൻ അൺമ്യൂട്ട് ചെയ്ത് വരിക. നമസ്കാരം. ഓക്കെ. ആദ്യമായി എല്ലാവർക്കും എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് നന്ദി പറയുകയാണ്. കൊച്ചിയും പൊതുഗതാഗതം എന്ന സബ്ജക്റ്റാണ്. ആദ്യമേ കൊച്ചിയെ പറ്റി 2 വാക്ക് പറഞ്ഞേക്കാം. ഒരു പ്രദേശത്തിന്റെ വികസനം എന്ന് പറഞ്ഞാൽ അവിടുത്തെ റോഡുകളുടെ വികസനമാണ് ആദ്യം വേണ്ടത്. നമ്മുടെ കൊച്ചിയിൽ എന്ന് പറഞ്ഞാൽ വാഹനങ്ങൾ ദിനം പ്രതി ഇരട്ടിയാവുകയും റോഡുകളുടെ ശോചനീയാവസ്ഥ അങ്ങേയറ്റത്തെ പരിതാപകരമായ നിലയിലേക്ക് പോവുകയാണ്. ഉദാഹരണത്തിന്
നമ്മുടെ സിറ്റിയിലേക്ക് വരുന്ന 2 പ്രധാനപ്പെട്ട റോഡുകളാണ്. ഒന്ന് പാലാരോട്ടത്ത് നിന്ന് ഹൈക്കോർട്ട് വരെയും വൈറ്റ്ലയിൽ നിന്ന് സൗത്ത് വരെയും. മെട്രോ കൊച്ചിയിലേക്ക് വരുന്ന ആ സമയത്ത് 2006 തോന്നുന്നു, അല്ലെ 2009, ഞാൻ പറഞ്ഞിരുന്നത് അങ്കമാലി മുതൽ അരൂര് വരെ ബൈപ്പാസ് വഴി മെട്രോ പോകണമെന്നായിരുന്നു. എന്താന്ന് വെച്ചാല് ഇവിടെ റോഡുകൾക്ക് വീതി കൂട്ടാൻ പോലും ആര് വിചാരിച്ചിട്ട് പോലും സാധിക്കാത്തൊരു സന്ദർഭമാണ് ഇവിടെ പോകുന്നത്. ആരും സ്ഥലം കൊടുക്കുന്നില്ല. ഉള്ള സ്ഥലത്തിനാണെങ്കിൽ ഭയങ്കര വിലയും കൊടുക്കണം. അതുകൊണ്ട് സർക്കാരിന് അത് താങ്ങാനുള്ള സാമ്പത്തികം ഇല്ലാത്തതിന്റെ പേരിലാണ് ഇവിടെ റോഡുകൾക്ക് വീതി കൂട്ടാൻ പറ്റാത്തത്. അപ്പോൾ ഈ പാലാരോട്ടം മുതൽ ഹൈക്കോർട്ട് വരെയും വൈറ്റ്ല മുതൽ പള്ളിമുക്ക് വരെയുള്ള റോഡാണ് മെയിൻ ആയിട്ട് ഈ സിറ്റിയിലേക്ക് വരുന്ന ഭാഗം. ഇപ്പൊ മെട്രോ അതിലെ വന്നു കഴിഞ്ഞപ്പോ ഇനി ഒരു ഫ്ലൈ ഓവർ അതിൽ കൂടി വരാനുള്ള സാധ്യത ഇല്ലാതായി. ഇന്നുള്ളതിന്റെ 4 ഇരട്ടി വാഹനങ്ങൾ 2 കൊല്ലം കൊണ്ട് ഇവിടെ വരും. നമ്മുടെ ഈ കൊച്ചി എറണാകുളം സിറ്റിയില് കാക്കനാട്, തൃപ്പൂണിത്തുറ, ആലുവ, പറവൂര്, കൊച്ചി, പെരുമ്പാവൂര് അങ്ങനെയുള്ള ജോയിന്റ് RTO മുതലുള്ള RTO ഓഫീസിൽ ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് എന്ന് വെച്ചാൽ അത് ശരിക്കുള്ള കണക്ക് എനിക്കറിയില്ലെങ്കിലും 100-ൽ കൂടുതൽ 2 വീലറാണ് ഒരു ദിവസം രജിസ്റ്റർ ചെയ്തിറങ്ങുന്നത്. ഒരു ദിവസം ഈ 100-ൽ കൂടുതൽ 2 വീലറും കാറ് വേറെ. അപ്പൊ ഒരു ദിവസം 100 2 വീലർ ഇറങ്ങുമ്പോൾ ഒരു വർഷമാകുമ്പോ എത്രയും ഈ വണ്ടികളെ ഉൾക്കൊള്ളാനുള്ള റോഡുകൾ ഈ സിറ്റിയിലുണ്ടോ? അപ്പൊ ഈ മെട്രോ റെയില് അങ്കമാലി മുതൽ അരൂര് വരെ പോയിരുന്നെങ്കിൽ ഈ പറയുന്ന SA റോഡിലും പാലാരോട്ടത്തു നിന്നുള്ള റോഡിലും ഫ്ലൈ ഓവർ പണിയാൻ സാധിച്ചിരുന്നു. ഇപ്പൊ ഈ റോഡിന് ഇപ്പോഴും ഈ വീതി വന്നത് എന്തുകൊണ്ടാണ്? മെട്രോ റെയിൽ വന്നതുകൊണ്ടാണ് റോഡിന് 2 സൈഡും അല്പമെങ്കിലും വീതി വന്നത്. അതല്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ റോഡിൽ കൂടി ബസ്സുകൾക്കോ വാഹനങ്ങൾക്കോ സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പൊ കൊച്ചിയുടെ വികസനം എന്ന് പറയുമ്പോൾ ഇവിടെ ഫ്ലൈ ഓവറുകൾ ഇല്ല എന്നുള്ളതാണ്. മറ്റ് വേറെ ഏത് സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാലും അവിടുത്തെ സിറ്റിയിലൊക്കെ നമുക്ക് ഇന്ന് വിചാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഫ്ലൈ ഓവറുകളും റോഡുകളുമായി വന്നിരിക്കുകയാണ്. ഇവിടെ NH17 ഇവിടുന്ന് വരാപ്പുഴ എടപ്പള്ളിയിൽ നിന്ന് വരാപ്പുഴയ്ക്ക് പോയി കഴിഞ്ഞാൽ പറവൂര് വരെ എത്തണമെങ്കിൽ ആ റോഡുകളുടെ അവസ്ഥ എന്താ? 4 വരിയാകാനുള്ള റോഡ് വഴി ഉണ്ടെങ്കിലും റോഡ് വീതി കൂട്ടുന്നില്ല, റോഡ് പണിയുന്നില്ല, പുതിയ റോഡുകൾ വരുന്നില്ല. അതുപോലെ തന്നെ കണ്ടെയ്നർ റോഡ് വഴിയുള്ള ജിഡയുടെ ഒരു റോഡ് ഉണ്ടല്ലോ, ഹൈക്കോർട്ടിൽ നിന്ന് പറവൂർക്ക് പോകുന്ന ജിഡ ഏറ്റെടുത്തേക്കുന്ന റോഡ്, അത് ഇതുവരെ ഒരു പണിയായിട്ടില്ല. ആ മൂലമ്പള്ളി പാലം പണിതിട്ട് അവിടെ നിൽക്കുകയാണ്. NH17 വരാപ്പുഴ വഴി പോകാതെ 9-10 കിലോമീറ്റർ ലാഭത്തിൽ വേഗം എത്താവുന്ന റോഡ് വിഭാവനം ചെയ്താണ്. ജിഡയുടെ പൈസ ഉണ്ടെന്നാണ് ഞാൻ പറയാൻ കേട്ടത്. പക്ഷെ അതിന്റെ ഒരു പ്രൊജക്ട് ഇതുവരെ ബാക്കി നടക്കുന്നില്ല. അപ്പൊ എറണാകുളത്തേക്ക് വരുന്ന റോഡുകൾ വേറെ ഒന്നുമില്ല. അതുപോലെ ഇവിടെ സലിംരാജൻ പാലം പണിതു KSRTCയുടെ അവിടെ. ആ KSRTC സ്റ്റാൻഡിന്റെ ആ പാലം ഫ്ലൈ ഓവർ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ MG റോഡിലേക്ക് ചിറ്റൂർ റോഡിലേക്ക് പോകണമെങ്കിൽ വഴിയില്ല, തപ്പിപ്പോണം. ഏതിലെ പോകണമെന്ന് പോലും ആൾക്കാർക്ക് അറിയാത്ത രീതിയിലാണ് ആ റോഡ് പോകുന്നത്. അതുപോലെ തന്നെ പുല്ലേപ്പിടി പാലം, ആ പാലം ഇറങ്ങി കഴിഞ്ഞാൽ MG റോഡിലേക്കും ചിറ്റൂർ റോഡിലേക്കും വരാനുള്ള റോഡില്ല. അപ്പൊ അതൊക്കെ ഫ്ലൈ ഓവർ ആയിട്ട് MG റോഡിലേക്ക് മേനക വരെ പോകാവുന്ന രീതിയിൽ ഫ്ലൈ ഓവർ പണിതിരുന്നെങ്കിൽ ഈ സിറ്റി ഇന്ന് കാണുന്ന പോലെയല്ല, വലിയ മാറ്റങ്ങൾ സംഭവിച്ചത്. അത് വല്ലാറപ്പഴം കണ്ടെയ്ൻമെന്റില് ആ കണ്ടെയ്നർ ടെർമിനലിൽ വന്നതിന്റെ പേരിൽ അവിടെ റോഡ് വന്നു. കളമശ്ശേരിയിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് ഹൈക്കോർട്ട് വരെ എത്താൻ പറ്റുന്നു. അതില്ലായിരുന്നെങ്കിലോ? അതുപോലെ ഇവിടെ തേവരന്ന് കടവന്തലേക്ക് വരുന്ന ആ റെയിൽവേ ഗേറ്റിനുള്ള ഒരു പാലം പണിയണമെന്ന് പറയുന്നു കഴിഞ്ഞാൽ ഒരു 5-10 കൊല്ലം കൊണ്ടാണ് ഇവിടെ പാലങ്ങൾ പണിയുന്നത്, റോഡുകൾ വരുന്നത്. ഇതൊക്കെ കുതിച്ചുവരുന്ന കൊച്ചിയുടെ വികസനത്തിന് ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കാൻ പറ്റിയ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ വൃന്ദങ്ങളൊക്കെ ഉണ്ടെങ്കിലേ കൊച്ചി വികസിക്കുള്ളൂ. പറയുമ്പോ ഇപ്പൊ ആന്റണി സാറ് പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ ചെയ്യാം ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറയും. ഇത് ചെയ്യാനുള്ള സന്മനസ്സുള്ള ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ശാപം. അപ്പൊ കൊച്ചിയുടെ വികസനം എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ഇവിടുത്തെ റോഡുകൾ നേരത്തെ പറഞ്ഞു കുണ്ടും കുഴിയാണ്. ഒരാൾ കുഴിയിൽ വീണ് ആക്സിഡന്റ് ആയി ഹൈക്കോടതി ഇടപെട്ടു. ഒരു കാലഘട്ടം മുമ്പ് വരെ കൊച്ചിയുടെ റോഡ് നന്നാക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇവരെ വിളിച്ച് ശാസിക്കണമായിരുന്നു. എന്നാലേ റോഡുകളൊക്കെ നന്നാവുള്ളായിരുന്നു. നിസ്സാരം റോഡുകളാണ്. പാലാരോട്ടത്ത് നിന്ന് ഹൈക്കോർട്ട് വരെയും വൈറ്റിൽ നിന്ന് സൗത്ത് വരെയും 8 കിലോമീറ്റർ ഉള്ളൂ. ഈ 8 കിലോമീറ്റർ റോഡും മേനയിൽ നിന്ന് പള്ളിമുക്ക് വരെ, ഹൈക്കോർട്ടിൽ നിന്ന് പള്ളിമുക്ക് വരെയുള്ള 4 കിലോമീറ്റർ റോഡ് നന്നാക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഭരണാധികാരികളുടെ കഴിവില്ലായ്മയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ ഇവിടുത്തെ വികസനം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടിക്കാരും അല്ലെങ്കിൽ ഭരിക്കുന്നവരും ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ മാത്രമാണ് ഈ വികസനം മുരടിച്ചു കൊണ്ടിരിക്കുന്നത്.
അതുപോലെ ഈ നമ്മൾ മറ്റുള്ള ജില്ലകളിലേക്ക് പോകുമ്പോൾ കോട്ടയത്തോ തൃശ്ശൂർക്കോ കോഴിക്കോട് ഏത് ജില്ലയിലേക്ക് പോകുമ്പോഴും നമ്മൾ അവിടെ ബസ്സുകളുടെ ബോർഡ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ തൃശ്ശൂർക്ക് പോകുമ്പോ തൃശ്ശൂർ ടൗണിലേക്ക് വരുമ്പോ തൃശ്ശൂർ എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാ ബോർഡിലും എല്ലാ ബസ്സിന്റെയും ബോർഡ് കാര്യങ്ങൾ. കോട്ടയത്തേക്ക് പോകുമ്പോൾ കോട്ടയം ബസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് റൂട്ട് ബോർഡ് ഇരിക്കുന്നത്. ആലപ്പുഴയ്ക്ക് എല്ലാ ജില്ലകളിലേക്കും ആസ്ഥാനത്തേക്ക് പോകുന്ന ബോർഡ് ആ ഇതിന്റെ പേരായിരിക്കും. കോട്ടയം, തൃശ്ശൂർ, ആലപ്പുഴ, കോഴിക്കോട്. അങ്ങനെ എറണാകുളത്തേക്ക് അങ്ങനെ എറണാകുളം എന്ന് പറഞ്ഞ ഒരു ബോർഡ് വെച്ച് വണ്ടികൾ കാണാൻ പറ്റും. അത് എവിടെയാണ് എറണാകുളം എന്ന് പറഞ്ഞാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എറണാകുളം എന്ന് പറഞ്ഞ ബോർഡ് വെച്ച് കഴിഞ്ഞാൽ കുറെ വണ്ടികൾ കലൂര് പോകും, കുറെ വണ്ടികൾ വടക്കുന്ന് വരുന്ന വണ്ടികൾ സൗത്തിലേക്ക് വരും, കുറെ വണ്ടികൾ ഇപ്പൊ വൈറ്റിലെ ഹബ്ബ് വന്നതിന്റെ പേരിൽ വൈറ്റിലേക്ക് പോകുന്നുണ്ട്. അല്ലാണ്ട് എറണാകുളം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥലം എവിടെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയത്? അങ്ങനെ ഒരു സ്ഥലമില്ല. ഞാൻ പറയുന്നത് ഇപ്പൊ ഇവിടെ ഈ കുറെ നാൾ മുമ്പ് വരെ പേപ്പറിലൊക്കെ എഴുതിയിരുന്നത് ചുമന്ന ബസ്സാണല്ലോ, കൊലയാളി എന്ന് പറഞ്ഞുകൊണ്ടാണ് പേപ്പറിൽ വന്നിരുന്നത്. അതിനുള്ള സാഹചര്യം എന്തായിരുന്നു? ഇവിടെ ഇപ്പൊ ആലുവയിൽ നിന്ന് വണ്ടി വരുന്നത് ഫോർട്ട് കൊച്ചിക്കും മട്ടാഞ്ചേരിക്കും പൂത്തോട്ടയ്ക്കും പനങ്ങാടേക്കും പല സ്ഥലത്തേക്ക് ആലുവയിൽ നിന്ന് വന്നു. കാക്കനാട് നിന്ന് വരുന്ന വണ്ടികളും അതുപോലെ ആലുവ, ഫോർട്ട് കൊച്ചി, പെരുമ്പടപ്പ്, കുമ്പളങ്ങി അങ്ങനെ പല സ്ഥലത്തേക്കും പോകുന്നു. ഓരോ സ്ഥലത്തു നിന്ന് വരുന്ന വണ്ടികളും ഈ സിറ്റി പാസ് ചെയ്തിട്ട് വേറെ സ്ഥലത്തേക്കാണ് പോകുന്നത്. എറണാകുളം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റാൻഡിലേക്ക് വരാനുള്ള സൗകര്യം ഇവിടെ ഇല്ല. ആകെ ഒരു ചെറിയ സ്റ്റാൻഡ് ഉള്ളത് കലൂരാണ്. അവിടെ ഒരു ഇപ്പൊ ഒട്ടും സൗകര്യമില്ലാണ്ടായി. അപ്പോൾ ഇവിടെ ഇപ്പൊ വൈറ്റിലെ മൊബിലിറ്റി വന്നതിന്റെ പേരിൽ ഈ സിറ്റിയിലേക്ക് വരുന്ന വണ്ടികൾക്ക് എല്ലാ വണ്ടികൾക്കും വൈറ്റിലേക്ക് പോകാൻ പറ്റൂല. അപ്പൊ എറണാകുളത്ത് ഒരു വലിയ സ്റ്റാൻഡ്, ഇപ്പൊ കലൂർ സ്റ്റാൻഡ് ഒഴിവാക്കിക്കൊണ്ട് അത് ഹൈക്കോർട്ടിൽ മറൈൻ ഡ്രൈവില് ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, മൊത്തത്തിൽ ഒരു ബസ് സ്റ്റാൻഡ് ആക്കി കഴിഞ്ഞാൽ ഈ വണ്ടികളൊക്കെ ആ സ്റ്റാൻഡിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് റെസ്റ്റ് എടുത്തിട്ട് 5-10 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് അപ്പൊ വഴിയിൽ വരുന്ന ബ്ലോക്കുകൾ നമുക്ക് തരണം ചെയ്തിട്ട് ഈ സ്റ്റാൻഡിൽ നമ്മുടെ സമയകൃത്യത പാലിക്കാൻ പറ്റും. അപ്പൊ കോമ്പറ്റീഷൻ ഇല്ലാണ്ട് വരാൻ പറ്റും. ഇതങ്ങനെയല്ല. നമ്മളിപ്പോ ഒരു ആലുവയിൽ നിന്ന് വരുന്ന വണ്ടി പാലാരിട്ടത്ത് വരുമ്പോ കാക്കനാട് നിന്ന് വരുന്ന വണ്ടിയുടെ മുമ്പിൽ പോകേണ്ടതാണെങ്കിൽ ബ്ലോക്ക് കിട്ടിക്കഴിഞ്ഞ് വൈകി കഴിഞ്ഞാൽ ഇവൻ ആ വണ്ടിയെ മറികടക്കാൻ വേണ്ടി ഒരു പക്ഷേ ഓവർ സ്പീഡിൽ പോകേണ്ടി വരും. അപ്പൊ അത് ഒഴിവാക്കണമെങ്കിൽ ഈ വണ്ടി മറൈൻ ഡ്രൈവിൽ വന്ന് ആ സ്റ്റാൻഡിൽ വന്ന് 5-10 മിനിറ്റ് റെസ്റ്റ് ഉണ്ടെങ്കിൽ ആ വണ്ടിക്ക് ആ സമയത്ത് പോകാൻ വേണ്ടി സാവധാനം വന്നാൽ. അതുപോലെ കാക്കനാട് നിന്ന് വരുന്ന വണ്ടികൾ, ചിറ്റൂരിൽ നിന്ന് ചേരാനൂരിൽ നിന്ന് വരുന്ന വണ്ടികൾക്ക്, എല്ലാ വണ്ടികൾക്കും ഒരു സ്റ്റാൻഡ് വന്നിട്ട് അവിടെ നിന്ന് പാസ് ചെയ്ത് പോകാനുള്ള സൗകര്യം എറണാകുളത്ത് ഇല്ലാത്തതാണ്. ഈ ബസ്സുകളൊക്കെ ഓവർ സ്പീഡ് എന്നല്ല, ബ്ലോക്കിൽ ഇത്തിരി ഇവിടെ 30 കിലോമീറ്റർ 40 കിലോമീറ്റർ സ്പീഡിൽ പോകാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പൊ ഈ വണ്ടികൾ പാസ് ചെയ്ത് പോകാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഇല്ലാത്തതിന്റെ പേരിലാണ് ഈ ബസ്സുകാർ ഇത്രയും നാളും ചീത്ത കേട്ടിരുന്നത്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി എറണാകുളത്ത് ഈ മറൈൻ ഡ്രൈവിലെങ്കിലും ഒരു ബസ് സ്റ്റാൻഡ് പണിയാനുള്ള സൗകര്യം അധികാരികൾ ഭാഗത്തുനിന്നുണ്ടാവണമെന്ന് എനിക്ക് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ വേറെ ഒരു കാര്യം, ഇപ്പൊ നെഹ്റു സ്റ്റേഡിയത്തിൽ അന്താരാഷ്ട്ര മത്സരങ്ങളൊക്കെ വരുമ്പോ എന്താണ്, ആ എടപ്പള്ളിയിൽ തന്നെ വണ്ടികളെ ബ്ലോക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്കും വണ്ടികൾ പോകില്ല. വണ്ടികളെയൊക്കെ ഡീവിയേറ്റ് ചെയ്ത് പല പോക്കറ്റ് റോഡിൽ കൂടി വണ്ടികളെ വിടും. എന്താണ്, ഇവിടെ റോഡില്ല. ആ വണ്ടികളെ ഉൾക്കൊള്ളാനുള്ള റോഡും ഇല്ല, സ്ഥലവും ഇല്ല, സൗകര്യവും ഇല്ല. അപ്പൊ നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരു പരിപാടി വന്നു കഴിഞ്ഞാൽ അന്ന് ഇവിടെ ബ്ലോക്കാണ്. അതുപോലെ തന്നെ ഇവിടെ എറണാകുളത്ത് അമ്പലത്തിന്റെ അവിടെ, പഴയ കളക്ടറേറ്റിന്റെ അവിടെ, താലൂക്ക് ഓഫീസിന്റെ അവിടെ, അല്ലെങ്കിൽ ആ ടെലിഫോൺ എക്സ്ചേഞ്ചിന്റെ അവിടെ, ബോട്ടിയുടെ അവിടെയൊക്കെ പാർട്ടികൾ, രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ധർണയും പ്രകടനവും ഉണ്ടെങ്കിൽ അന്ന് ഇവിടെ മൊത്തം ബ്ലോക്കാണ്. ഒരു സിറ്റിയിൽ ഇങ്ങനെ വാഹനങ്ങളെ തിരിച്ചു വിടുക, ബ്ലോക്ക് ആക്കുക എന്ന് പറഞ്ഞാൽ വികസനത്തിന് എതിരാണ്. ഈ നാട്ടിലേക്ക് അല്ലെങ്കിൽ ഈ സ്ഥലത്തേക്ക് വരുന്ന വിദേശികൾ ഉൾപ്പെടെയുള്ളവരൊക്കെ നമ്മളുടെ നാടിനെ അവർ കളിയാക്കേ ഉള്ളൂ. വികസനം എന്ന് അല്ലെങ്കിൽ രാജ്യത്തിന്റെ പുരോഗതി എന്ന് പറയുമ്പോൾ ഗതാഗതം സുഗമമാക്കുക, വരുന്നവർക്ക് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ഒരു വികസന രാജ്യം, വലിയൊരു ബിസിനസ് ഏരിയയെ കൊച്ചിക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഈ ബ്ലോക്കും കാര്യങ്ങളും ഈ ധർണയും മറ്റുമൊക്കെ. അതൊക്കെ രാഷ്ട്രീയ പാർട്ടിക്കാർ ഓർക്കുക. നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി ബസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, പ്രൈവറ്റ് ബസ് സർവീസ് 2004 34,000-ൽ പരം പ്രൈവറ്റ് ബസ് സർവീസ് ഈ കേരളത്തിലുണ്ടായിരുന്നത്. ഇന്ന് അതിന്റെ അവസ്ഥ എത്രയാണെന്ന് അറിയാം? 12,500 താഴെ. എന്തുകൊണ്ടാണ് ഇത്രയും ബസ് സർവീസ് കുറയാൻ കാരണം? ആന്റണി സാർ നേരത്തെ ഒരു കണക്ക് പറഞ്ഞിരുന്നു. 24,000 ബസ് ഉണ്ടെങ്കിൽ 240 കോടി രൂപ ടാക്സ് ഇനത്തിൽ തന്നെ സർക്കാരിന് കിട്ടുന്നു. സത്യത്തിൽ പറഞ്ഞാൽ പ്രൈവറ്റ് ബസ് എന്ന് പറഞ്ഞാൽ കേരള സംസ്ഥാനത്തിന്റെ ഒരു കറവ പശുവാണ്. എന്താ വെച്ചാൽ ഇതിന്റെ വരുമാനം മുഴുവനും
സർക്കാരിലേക്ക് പല രീതിയിൽ ബസ് ഉടമകളായ ഞങ്ങൾ കൊടുക്കുകയാണ്. ആദ്യം തന്നെ ഈ ചേസ് എടുക്കുമ്പോൾ ഇതിന്റെ GST 18%. ഇന്നൊരു ബസ്, പുതിയ ബസ് ഇന്ന് റോട്ടിൽ ഇറങ്ങണമെങ്കിൽ Euro 6 ആണ് ഇപ്പൊ രജിസ്റ്റർ ചെയ്യുന്നത്. ആ Euro 6 മോഡലിൽ ഒരു ബസ് ഇറക്കണമെങ്കിൽ അതിന്റെ ബോഡി കോസ്റ്റ് ഉൾപ്പെടെ 40 ലക്ഷം രൂപയോളം വരും. ഈ 40 ലക്ഷം രൂപയുടെ 18%, അതായത് 9% GST സെൻട്രൽ ഗവൺമെന്റിനും 9% GST സ്റ്റേറ്റ് ഗവൺമെന്റിനും കൊടുക്കുകയാണ്. 40 ലക്ഷം രൂപയുടെ 18% ടാക്സ് കേരള സർക്കാരിനും സെൻട്രൽ ഗവൺമെന്റിനും കിട്ടുകയാണ്. അതുപോലെ ഇൻഷുറൻസ്, ഒരു വർഷം ഒരു ബസ്സിന് 75,000 രൂപയുടെ അടുത്ത് ഇൻഷുറൻസ് വരും, ഏറ്റവും ചുരുങ്ങിയത്. ഈ 75,000 രൂപയ്ക്കും സർവീസ് ടാക്സ് ഉണ്ട്, GST പോലെ. അതും രണ്ട് ഗവൺമെന്റും കൂടി, സെൻട്രലും സ്റ്റേറ്റും കൂടി വിധിച്ചെടുക്കുകയാണ്. അതുപോലെ തന്നെ ബസ് ഒരു വർഷം 35,000 രൂപ, 30,000 മുതൽ 35,000 വരെ, ആവറേജ് പറയുമ്പോൾ ഒരു 30,000 രൂപ ടാക്സ് ഒരു 3 മാസം കൂടുമ്പോൾ അടയ്ക്കണം. അപ്പൊ ഒരു വർഷം 1,20,000 രൂപ ഒരു ബസ് ടാക്സ് അടയ്ക്കുമ്പോൾ അത് സ്റ്റേറ്റ് ഗവൺമെന്റിന് കിട്ടുകയാണ്. 1,20,000 രൂപ ഒരു ജോലിയും ചെയ്യാതെ റോഡ് ടാക്സിനോട് സർക്കാർ മേടിക്കുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ഇൻഷുറൻസ് എടുക്കുമ്പോഴും അതായത് ഇതിന്റെ ടാക്സ് കിട്ടുന്നു. അതുപോലെ സ്പെയർ പാർട്സ് മേടിക്കുമ്പോൾ, ടയർ മേടിക്കുമ്പോൾ, ഇതിന്റെ ഓയിൽ മേടിക്കുമ്പോൾ, ഇതെല്ലാത്തിനും നമ്മൾ ഒരു വർഷം ഒരു 4 മുതൽ 5 ലക്ഷം രൂപ വരെ ടയർ, ഓയിൽ, സ്പെയർ പാർട്സ് ഇതിന്റെ മെയിൻ്റനൻസിന് വേണ്ടി നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിന്റെ ടാക്സ് GST സർക്കാരിന് കിട്ടും. ഇത് അപ്പൊ ഈ സർവീസും ഉണ്ട്. അതുപോലെ ഇതിൽ എത്രയോ ജോലിക്കാരാണ് ഇത് സംബന്ധിച്ച് ജോലി ചെയ്യുന്നത്. ഒരു ബസ്സിൽ 3 ജീവനക്കാരുണ്ടെങ്കിൽ അവരിറങ്ങുമ്പോൾ അവർക്ക് പകരം വേറെ 3 ജീവനക്കാർ, 6 പേര്. ഇത് ടയർ പഞ്ചർ ഒട്ടിക്കുന്നവര്, മെക്കാനിക്ക്, സ്പെയർ പാർട്സ് കടക്കാര്, അങ്ങനെ ഇത് ഗ്രീസ് അടിക്കുന്നവര്, അങ്ങനെ പല രീതിയിലുള്ള ഇത് സംബന്ധിച്ചുള്ള ജീവനക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ എറണാകുളം സിറ്റിയിൽ തന്നെ ലക്ഷങ്ങളോളം ഉണ്ടാവും. ഒരു ബസ്സിൽ 6 ജീവനക്കാരെ വെച്ചു ഈ സ്പെയർ പാർട്സ്, വർക്ക്ഷോപ്പ്, അങ്ങനെയുള്ള ടയർ പഞ്ചർ ഒട്ടിക്കുന്നവര്, ഇവരെല്ലാരെയും കണക്കാക്കുമ്പോൾ എത്രയോ പേർക്കാണ് നമ്മൾ ജോലി കൊടുക്കുന്നത്. ഇതൊക്കെ സർക്കാരിനെ ബാധിക്കുന്ന വിഷയങ്ങളല്ലേ. ഇവിടെ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ ബസ് സർവീസ് ഉള്ളതിന്റെ പേരിൽ എന്തോരം പേർക്കാണ് ജോലി കൊടുക്കുന്നത്. അപ്പൊ ഈ സർവീസ് സർക്കാരിന് കിട്ടുന്ന കോടികളുടെ കണക്ക്, ഇത് നിലനിർത്തേണ്ടതിന്റെ ആവശ്യം നമ്മുടെ സർക്കാരിനാണ്. ഇതുവഴി ഇതിന്റെ ലാഭനഷ്ടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ 40 ലക്ഷം രൂപ മുടക്കി ഒരു ബസ് എടുത്തു കഴിഞ്ഞാൽ 15 വർഷമേ നമുക്ക് സർവീസ് നടത്താൻ ഇതുള്ളൂ, പെർമിറ്റ് ഉള്ളൂ. 15 വർഷം കഴിഞ്ഞ് ആ വണ്ടി കണ്ടം ചെയ്യണമെന്നാണ്. ആ 15 വർഷം കൊണ്ട് നമ്മൾ ഈ 40 ലക്ഷം രൂപയുടെ മുതൽ ഇടണം. അപ്പൊ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ 40 ലക്ഷം രൂപയ്ക്ക് 8% പലിശയായിട്ട് കൂട്ടിയാൽ മതി. നമ്മൾ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ 40 ലക്ഷം രൂപ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു വർഷം 8% പലിശ വെച്ച് 3,20,000 രൂപ നമുക്ക് കിട്ടും, സിമ്പിൾ ഇൻട്രസ്റ്റ്. ഈ 3 ലക്ഷം, അപ്പൊ 40 ലക്ഷം രൂപ നമ്മൾ 15 വർഷം കൊണ്ട് ഉണ്ടാക്കണമെങ്കിൽ ഒരു വർഷം എത്ര ലക്ഷം രൂപ നമ്മൾ മാറ്റി വെക്കണം? 365 ദിവസം സർവീസ് നടത്താൻ സാധിക്കില്ല. ഈ ഞായറാഴ്ചകളിലും മുടക്ക് ദിവസങ്ങളിലും ഹർത്താല്, പണിമുടക്ക്, അങ്ങനെയുള്ള ഇതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ 300 ദിവസമേ ഒരു വർഷത്തിൽ നമുക്ക് സർവീസ് നടത്താൻ സാധിക്കും. അപ്പൊ 300 ദിവസത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ 300 ദിവസം എന്ന് പറയുമ്പോൾ ഈ 40 ലക്ഷം രൂപ ഡിവൈഡഡ് ബൈ 15, അതേ ഡിവൈഡഡ് ബൈ 300 എന്ന് പറയുമ്പോൾ 1000 രൂപ മുതലിലേക്ക് വേണ്ടി മാത്രം മാറ്റി വയ്ക്കും. ഇതിന്റെ ഇൻട്രസ്റ്റ് 3,20,000 രൂപ, അത് ഈ 300 ദിവസത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതും ഒരു ഏകദേശം 800 രൂപ, 1000 രൂപ മാറ്റി വെക്കണം. എന്നാലേ 15 വർഷം കഴിയുമ്പോൾ ഈ 40 ലക്ഷം രൂപ മുടക്കിയ ബസ് ഉടമയ്ക്ക് മുതലും പലിശയും കിട്ടുള്ളൂ. അപ്പൊ 2000 രൂപയുടെ അടുത്ത് ഒരു ദിവസം ഈ വണ്ടി ഓടിയാലും ഇല്ലെങ്കിലും നമുക്ക് കയ്യിൽ നിന്ന് ചെലവാണ്, നമ്മൾ നഷ്ടമായി, അല്ലെങ്കിൽ അത് മുതൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ 1,20,000 രൂപ ടാക്സ് ഒരു വർഷം അടയ്ക്കണമെങ്കിൽ അതിനൊരു 350 രൂപ മാറ്റി വെക്കണം. 300 ദിവസത്തേക്ക് നമ്മൾ കണക്കാക്കുമ്പോൾ ഒരു ദിവസം 350 രൂപ ടാക്സ് ഇനത്തിൽ മാറ്റി വെക്കണം. ഇൻഷുറൻസിന് വേണ്ടി 200 രൂപ മാറ്റി വെക്കണം. ഇതിന്റെ മറ്റുള്ള മെയിൻ്റനൻസിന് വേണ്ടി 1000 രൂപ, അതായത് 2 ടയറെങ്കിലും പുതിയത് മേടിക്കണം. 6 ടയറുള്ള ബസ്സിന് 2 പ്രാവശ്യം ഈ 6 ടയർ റീസോൾ ചെയ്യുമ്പോൾ 12 പ്രാവശ്യം റീസോൾ ചെയ്യണം. 4000 രൂപ വെച്ച് 12 ടയർ റീസോൾ ചെയ്യുമ്പോൾ ഏകദേശം 48,000, 50,000 രൂപ. ഈ 50,000 രൂപ 2 ടയർ പുതിയത് മേടിക്കുമ്പോൾ 30,000 രൂപ അത് വേറെ വരും. അപ്പൊ ഏകദേശം 80,000 രൂപ, 90,000 രൂപ വരുമ്പോൾ അതിനും മാറ്റി വെക്കണം നമ്മൾ ഏകദേശം 300-350 രൂപ. അങ്ങനെ ഒരു ദിവസം ഇതിന്റെ ലാഭവും നഷ്ടമില്ലാതെ പലിശയും മുതലും ഇതിന്റെ ടാക്സ്, ഇൻഷുറൻസ്, മെയിൻ്റനൻസ് വർക്കിന് വേണ്ടി 4,000 രൂപ, ഏറ്റവും ചുരുങ്ങിയത് ഞാൻ പറയുന്നത് ഈ സിറ്റി സർവീസിന്റെ മെയിൻ്റനൻസ് നോക്കുമ്പോഴാണ്. മറ്റുള്ള സർവീസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ കോട്ടയം എറണാകുളം, കോഴിക്കോട് എറണാകുളം, ഗുരുവായൂർ എറണാകുളം എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ മെയിൻ്റനൻസ് കൂടും. എന്നുവെച്ചാൽ ആ വണ്ടികളുടെ സർവീസ് അങ്ങനെയാണ്.
അത് KSRTC-യിലെ സാധനം പറഞ്ഞാൽ മനസ്സിലാവും. ഈ മെയിൻ്റനൻസ് കൂടാതെ സിറ്റി സർവീസിൽ വളരെ ലാഘവത്തോടുകൂടി വലിയ കോമ്പറ്റീഷൻ ഇല്ലാതെ ഓവർ സ്പീഡ് ഇല്ലാതെ സർവീസ് നടത്തുന്ന വണ്ടികൾക്കാണ് ഈ പറയുന്ന 4000 രൂപ ഏറ്റവും ചുരുങ്ങിയ ഒരു ദിവസം മാറ്റി വയ്ക്കുന്നത്. ഇനി ഈ വണ്ടികൾ തന്നെ ഒരു 50 ലിറ്റർ ഡീസൽ കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ 75 രൂപ ഡീസലിനായിരുന്നു. അപ്പൊ 7 37 4 28 3000 4000 രൂപ വരെ ഡീസൽ അടിക്കണം. ഡീസൽ അടിക്കാൻ 4000 രൂപ ഡെയിലി മാറ്റി വെക്കണം. അപ്പൊ 4000 മറ്റേ 4000 8000 2000 രൂപ ഇപ്പൊ ഒരു ഡ്രൈവറും കണ്ടക്ടറുമായിട്ടാണ് ഇപ്പൊ സർവീസ് നടത്തുന്നത്. 3 പേരുണ്ടെങ്കിൽ അത് വരെ 2000 രൂപ ജീവനക്കാരുടെ ശമ്പളത്തിന് മാറ്റി വെക്കണം. 10000 രൂപ ഒരു ദിവസം കളക്ഷൻ കിട്ടിയാല് ലാഭമില്ലാതെ ഈ സർവീസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. നമ്മള് ഈ ഇത്രയും മുതൽ മുടക്കിയിട്ട് 15 വർഷം കഴിയുമ്പോൾ ഇത് കിട്ടോ ഇല്ല എന്നുള്ള ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പൊ റിസ്ക് എടുക്കുന്നത് കൂടുതലാണ്. ഈ 40 ലക്ഷം രൂപയുടെ നമ്മളുടെ ബുദ്ധിമുട്ട്, നമ്മളിപ്പോ ഈ ബസ് സർവീസ് നടത്തുമ്പോൾ ഇതിന്റെ പുറകെ നടക്കണം രാവിലെ മുതൽ വണ്ടി ഹാർട്ടാവുന്നത്. അതിന് നമുക്കൊരു 1000 രൂപ പോലും കിട്ടാനില്ലാതെ ഉള്ള കണക്കാണ് 10000 രൂപ. ഇന്നിവിടെ സിറ്റിയിൽ ഇപ്പൊ ഈ കൊറോണ ഇതിന്റെ പേരിലാണ്, അല്ലെങ്കിൽ ഇവിടെ 6000 മുതൽ 7000 രൂപ വരെയൊക്കെയാണ് ഓരോ വണ്ടിയുടെയും കളക്ഷൻ ഉണ്ടായിരുന്നത്. അപ്പൊ ഡീസൽ മേടിച്ച് ഇതിന്റെ ബാറ്റയും കൊടുത്തു കഴിഞ്ഞാൽ 500 1000 കിട്ടിയിരുന്നത്. നേരത്തെ ആന്റണി സാറ് പറഞ്ഞ പോലെ 1000 പേര് ഒരു ബസ്സിൽ യാത്ര ചെയ്തിരുന്നതാണ് അന്ന്. ഇന്നിപ്പോ 500 മുതൽ 600 700 ഏറ്റവും കൂടിയ 700 പേരെ ഒരു ദിവസം യാത്ര ചെയ്യുന്നുള്ളൂ. ഈ 40 ലക്ഷം രൂപ മുടക്കി ഒരു ബസ് മേടിക്കുമ്പോൾ അതിന്റെ ബസ് ചാർജ് ഈ സർക്കാർ കൊറോണ കാലത്ത് 12 രൂപ മിനിമം ചാർജ് ആക്കി. അത് ഒരു സീറ്റിൽ ഒരാളെ വെച്ച് യാത്ര ചെയ്യാൻ വേണ്ടിയായിരുന്നു. അത് ഒരു സീറ്റിൽ 2 പേരെ വെച്ച് യാത്ര ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ ചാർജ് 8 രൂപയിലേക്ക് ആക്കി വീണ്ടും. ഈ ബസ് ചാർജ് കുറയ്ക്കാന്ന് പറഞ്ഞാൽ ഇതിന്റെ വല്ല ലാഭം നഷ്ടം കണക്കാക്കിയിട്ടോ ഞങ്ങളോട് ആലോചിച്ചിട്ടോ ആണോ ഇത് ചെയ്തത്? സത്യത്തിൽ പറയുകയാണെങ്കിൽ ഈ സർവീസിനെ നശിപ്പിക്കുകയല്ലേ ചെയ്തത്. ഈ ഇത്രയും രൂപ മുതൽ KSRTC-യുടെ നഷ്ടം. ഇപ്പൊ KSRTC-ക്ക് സർക്കാർ എന്ത് ചെയ്യുന്നത്? ഈ പ്രൈവറ്റ് ബസ്സുകളുടെ കൂടെ തലങ്ങും വിലങ്ങും സർവീസ് നടത്തിയിട്ട് എല്ലാ മാസവും ജീവനക്കാരുടെ ശമ്പളം കൊടുക്കാൻ വേണ്ടി 65 കോടി രൂപയാണ് സർക്കാർ KSRTC-ക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി കൊടുക്കും എല്ലാ മാസവും. ഇപ്പൊ പറയുന്നത് KSRTC-യുടെ നഷ്ടത്തിലായിരിക്കും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ നഷ്ടത്തിലാണെങ്കിൽ KSRTC ഇത് ലാഭത്തിലാക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? KSRTC നഷ്ടമാണെങ്കിലും പ്രൈവറ്റ് ബസ് ലാഭത്തിലാക്കേണ്ട സർക്കാരിന്റെ ആവശ്യമില്ലേ? ഇത് ഈ വരുമാനം മുഴുവനും പല രീതിയിൽ സർക്കാർ മേടിച്ചെടുക്കല്ലേ. നമ്മുടെ ആരോഗ്യ മേഖല എടുക്കുക. നമുക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ചികിത്സിക്കുന്നതിന് പൈസ കൊടുക്കണ്ട. അവിടെ ഡോക്ടറുടെ സേവനവും നഴ്സുമാരുടെ സേവനവും ആശുപത്രിയിൽ കിടക്കുന്നതെല്ലാം നമുക്ക് ഫ്രീ ആണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖല എടുക്കുക. ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് പൈസ ചെലവില്ല. അവിടെ നമ്മുടെ വിദ്യാർത്ഥികളെ നമുക്ക് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഗതാഗത മേഖല എടുക്കുക. ഗതാഗത മേഖലയ്ക്ക് സർക്കാർ അവിടെ ആശുപത്രിയിലും സ്കൂളിലും ശമ്പളം കൊടുക്കുന്നത് ഗവൺമെന്റ് ആണ്. KSRTC-ക്ക് ഗ്രാന്റ് കൊടുക്കുമ്പോൾ അത് നമ്മൾക്ക് കിട്ടേണ്ട ആനുകൂല്യമല്ലേ? KSRTC-ക്ക് ഗ്രാന്റ് കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല? അങ്ങനെയെങ്കിൽ അവർക്ക് ഗ്രാന്റ് കൊടുക്കുമ്പോൾ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യേണ്ടതാണ്. അപ്പൊ KSRTC-ക്ക് ഗ്രാന്റ് കൊടുക്കുമ്പോൾ പ്രൈവറ്റ് ബസ്സിന് ബസ് ചാർജ് കൂട്ടി തരാതെ കാലാകാലങ്ങളിൽ വരുന്ന ചെലവിന് ആനുപാതികമായി ബസ് ചാർജ് വർദ്ധിപ്പിച്ചാലേ ബസ് സർവീസ് നിലനിർത്താൻ പറ്റുള്ളൂ. അത് സർക്കാരിന് അറിയാം. പക്ഷെ ജനങ്ങളുടെ മാറി മാറി വരുന്ന സർക്കാരുകൾ ജനങ്ങള് ബസ് ചാർജ് കൂട്ടിക്കഴിഞ്ഞാൽ വോട്ട് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനം നിന്ന് പോയേ ഉള്ളൂ. 2004 35,000 ബസ് സർവീസ് ഉണ്ടായിരുന്നത് ഇന്ന് 12,500 ആയത് എങ്ങനെയാണെന്ന് ഗവൺമെന്റ് ചിന്തിക്കണം. ഈ സർവീസിന് ഇത്രയും പേർക്ക് ജോലി കൊടുക്കുന്നതും ഈ മുതൽ മുടക്കി സർവീസ് നടത്തുന്ന ബസ് ഉടമകളെ ദരിദ്രനാരായണന്മാരാക്കി മാറ്റുകയല്ലേ സർക്കാർ ചെയ്യുന്നത്? ഏത് സർക്കാരായാലും അതല്ലേ ചെയ്യുന്നത്? ഇതെല്ലാം അറിയാവുന്ന മോട്ടോർ ഡിപ്പാർട്ട്മെന്റ് ഈ കഥകളൊക്കെ അറിയാം. പക്ഷെ അവർ ഇതിനെ പറ്റിയൊന്നും ഒരു റിപ്പോർട്ട് പോലും സർക്കാരിന് കൊടുക്കുന്നില്ല. ഇത് നിലനിർത്തേണ്ടത് ആവശ്യം അവരുടെയും കൂടിയാണ്. സെൻട്രൽ ഗവൺമെന്റ് പുതിയ മോട്ടോർ ആക്ട് കൊണ്ടുവരാൻ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ട്രേഡ് യൂണിയൻകാരും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് യൂണിയൻ ഉൾപ്പെടെ അതിനെ എതിർത്താണ്. എന്താണ് ഇവിടെ ഈ മോട്ടോർ ആക്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രൈവറ്റ് ബസ് സർവീസ് നിന്ന് പോകുന്ന അവർക്ക് അറിയാമായിരുന്നു. എന്നിട്ട് അത് നിലനിർത്താൻ വേണ്ടി ഇപ്പോഴും എന്താ ചെയ്യുന്നത്? കൂട്ടിയ ബസ് ചാർജ് കുറച്ച് ഏതെങ്കിലും. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് ഈ സർവീസ് ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം നിലനിർത്തണമെങ്കിൽ സർക്കാർ അതിന് വേണ്ടതായ മാർഗനിർദ്ദേശങ്ങൾ പ്രൈവറ്റ് ബസ്സിന് ചെയ്തു കൊടുത്തു കഴിഞ്ഞാലേ ഇത് നിലനിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഇനി ഇത് താന്നു പോകുള്ളൂ. ഈ ഇത്രയും മുതൽ മുടക്കിയിട്ട് റിസ്ക് എടുക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? ഇതിലേക്ക് പുതിയതായിട്ട് ആരും വരുന്നില്ല. ഇന്ന് ഇപ്പൊ ഈ എറണാകുളത്ത് തന്നെ ഏതെങ്കിലും സ്റ്റേറ്റിൽ നോക്കിക്കോ, ഏതെങ്കിലും പുതിയ ബസ്സുകൾ ഇറങ്ങുന്നുണ്ട്? ഒന്നോ രണ്ടോ ഇറങ്ങി. പുതിയ ബസ്സുകൾ ഇറങ്ങാറില്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ അത് സർവീസ് നടത്തി ലാഭം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം.
അപ്പൊ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം നിലനിർത്തേണ്ടതിന്റെ ആവശ്യം ഇവിടുത്തെ ജനങ്ങൾക്കും ഇവിടെ സർക്കാരിനുമാണ്. എന്നാലേ ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുള്ളൂ. ഇനി ഈ സർവീസ് എങ്ങനെ ഇത് മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ളതിൽ ഒന്നാമത് ഇത് ഇവിടുത്തെ ഈ നേരത്തെ പറഞ്ഞ ആന്റണി സാർ പറഞ്ഞു ഈ ഷെയർ ഓട്ടോ സിസ്റ്റം മറ്റുള്ള സ്റ്റേറ്റുകളിലുള്ള പോലെയുള്ള സംസ്കാരമെല്ലാം നമ്മുടെ കേരളത്തിലുള്ളവർക്കെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കും. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു 10 പേരുണ്ട്. ഒരു ഓട്ടോ ഷെയർ ഓട്ടോ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ കയറിയാൽ വേറെ ആൾ അതിൽ കയറും. അവൻ ഒറ്റയ്ക്ക് പോകണം, സുഖമായിട്ട് പോകണം എന്നുള്ളതാണ്. എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഒരു പ്രൈവറ്റ് ബസ്സിൽ നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നതാണ്. 2 പേര് ഇരിക്കാവുന്ന ഒരു സീറ്റിൽ ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ അടുത്ത ആൾ ഇരിക്കാൻ വരുമ്പോൾ ഈ ഇരിക്കുന്ന ആൾക്ക് ഒരു ഭയങ്കര വിഷമമാണ്. ഇപ്പൊ ഈ കൊറോണ കാലഘട്ടമല്ല, അല്ലെങ്കിൽ തന്നെ ആ അരികിൽ ഇരിക്കുന്ന ആള് ഒരാൾ ഇരിക്കണമെങ്കിൽ മറ്റേ ഇരിക്കാൻ നേരത്തെ ഒന്ന് ഒതുങ്ങി കൊടുക്കാൻ എന്നുള്ള ഒരു മനോഭാവമില്ല. എന്താണ് അവന്റെ സൗകര്യം ആവും. അപ്പൊ ഈ ഇവിടുത്തെ ഈ ഷെയർ ഓട്ടോ സിസ്റ്റം ഇവിടെ ഫലപ്രദമല്ല എന്ന് തെളിയിച്ചതാണ്. ഇവിടുത്തെ ജനങ്ങളുടെ സംസ്കാരം അങ്ങനെയല്ല. അതുപോലെ ഒരു കാറിൽ ഒരാൾ പോകുന്നു. കാറുകളെയൊക്കെ സിറ്റിയിലേക്ക് വരാതിരിക്കണമെങ്കിൽ അതനുസരിച്ചുള്ള സർവീസ് പ്രൈവറ്റ് ബസ്സിൽ നിന്നായാലും ട്രാൻസ്പോർട്ട് ബസ്സിൽ നിന്നായാലും ജനങ്ങൾക്ക് കിട്ടണം. അപ്പൊ ഇനി ഈ ബസ് ചാർജ് കൂട്ടിയത് കൊണ്ട് ഈ സർവീസ് ഇനി ഇവിടെ നിലനിൽക്കില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അനുഭവം. ബസ് ചാർജ് കൂട്ടാതെ ജനങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ, യാത്ര നിരക്ക് കുറച്ചുകൊണ്ട് ബസ്സിൽ കയറിയാൽ അധികം യാത്ര ചാർജ് ഇല്ലാതെ യാത്ര ചെയ്യണമെങ്കിൽ സർക്കാർ ആദ്യമേ ഈ വാഹന നികുതി ഒഴിവാക്കും. അതുപോലെ ഇൻഷുറൻസ് സ്റ്റേറ്റ് ഗവൺമെന്റ് എടുക്കട്ടെ. സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ആക്സിഡന്റ് ഒക്കെ വളരെ കുറവാണ്. ഈ കോമ്പറ്റീഷൻ ഇല്ലാതെ സർവീസ് നടത്തി കഴിഞ്ഞാൽ ഇതിപ്പോ വൈകുന്നേരം ആകുമ്പോൾ ഇത്ര രൂപ കിട്ടണം എന്നുകൊണ്ട് സർവീസ് നടത്തി കഴിഞ്ഞാൽ ബ്ലോക്കിലൊക്കെ നടത്തുമ്പോൾ കോമ്പറ്റീഷനായിട്ട് സർവീസ് നടത്തുമ്പോഴാണ് കൂടുതൽ ആക്സിഡന്റ് ഉണ്ടാവുന്നത്. ഇത് ഈ ബാധ്യത ഇല്ലാതെ ടാക്സ് വേണ്ട, ഇൻഷുറൻസ് സർക്കാർ വഹിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബസ് സർവീസ് കുറച്ചുകൂടി ലാഭകരമായിട്ട് സ്മൂത്ത് ആയിട്ട് നടത്താൻ ഞങ്ങളെ കൊണ്ട് സാധിക്കും. ഇത് വൈകുന്നേരം ആകുമ്പോൾ കളക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ട്രാൻസ്പോർട്ടിന്റെ സാർ പറഞ്ഞതുപോലെ കെട്ടുതാരിവരെ പണയപ്പെടുത്തിയിട്ട് സ്ഥലം വിറ്റൊക്കെ സർവീസ് നടത്തിയവരെ പുള്ളിക്ക് അറിയാമെന്ന് പറഞ്ഞു. എന്നുപോലെ ഇത് നമ്മൾക്ക് കൂടുതൽ ബാധ്യത വരാതെ ടാക്സ് ഒഴിവാക്കുക, ഇൻഷുറൻസ് സർക്കാർ എടുക്കുക. ഡീസലിന് 1 ലിറ്റർ ഡീസലിന് ഇപ്പൊ 74 രൂപ. ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും സെൻട്രൽ ഗവൺമെന്റിന്റെയും ടാക്സ് GST എന്ന് പറയുന്നത് 30 രൂപ 1 ലിറ്റർ ഡീസലിന് പോകും. ഞങ്ങൾ 50 ലിറ്റർ ഡീസൽ അടിക്കുമ്പോൾ 1000-1500 ഈ സർവീസ് മേഖല എന്നുള്ള പരിഗണന വന്നിട്ട് ഒരു ബസ്സിന് എത്ര കിലോമീറ്റർ ഒരു സർവീസ് നടത്തുന്നത് പെർമിറ്റ് ചോദിക്കുക RTOസിൽ കിലോമീറ്റർ അനുസരിച്ച് 1 ലിറ്റർ ഡീസലിൽ എത്ര കിലോമീറ്റർ ആ കിലോമീറ്റർ ഡീസൽ അടിക്കാനുള്ള സബ്സിഡി 6 ലക്ഷം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തരാണെങ്കിൽ നമുക്ക് ഈ സർവീസ് കുറച്ചുകൂടി ലാഭകരമാക്കാം. അപ്പൊ ടാക്സ് ഒഴിവാക്കുക, ഇൻഷുറൻസ് സർക്കാർ ഏറ്റെടുക്കുക, ഡീസൽ അനാവശ്യമായിട്ടുള്ള വാഹന പരിശോധന അതൊക്കെ ഒഴിവാക്കി ഫൈൻ ഇടിപ്പിക്കുന്നതൊക്കെ കുറച്ചുകൊണ്ട് ഈ സർവീസിനെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, സർക്കാരിന് വേണ്ടിയുള്ളതാണ് ഈ സർവീസിനെ സർക്കാരിന്റെ മാമംഗലം റോഡ്, ബാനർജി റോഡ്, തമ്മന പുല്ലേപ്പടി റോഡ്, ബണ്ട് റോഡ് ഇതെല്ലാം വികസിപ്പിച്ച് അവിടങ്ങളിൽ റോഡുകൾ ഉണ്ടാക്കി ബാനർജി റോഡും MG റോഡും എല്ലാം കൃത്യമായി വികസിപ്പിക്കുകയും ചെയ്താൽ തന്നെ കൊച്ചിയുടെ യാത്രാ ക്ലേശത്തിന് പരിഹാരം ഉണ്ടാകും എന്ന് ഒരു കാലത്ത് നമ്മളെല്ലാം പറഞ്ഞതാണ്. ഇതിനെല്ലാം മറികടന്നുകൊണ്ടാണ് മെട്രോ കൊണ്ടുവന്നാൽ കൊച്ചിയുടെ വികസനം ഉണ്ടാകൂ എന്ന് പറഞ്ഞത്. കൊച്ചിയിൽ മെട്രോ വന്നിട്ട് ഉണ്ടായ വികസനം എന്താണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. MG റോഡ് കൊച്ചിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ കേരളത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡായിരുന്നു MG റോഡ്. ഏറ്റവും കൂടുതൽ ബിസിനസ് ഉണ്ടായിരുന്ന റോഡാണ് MG റോഡ്. ഈ MG റോഡ് ഇന്ന് ശുഷ്കമായിരിക്കുന്നു, കച്ചവടമില്ല. 40-60% കടകളും കൂട്ടിപ്പോയിരിക്കുന്നു. ഇനി മെട്രോ എന്തെങ്കിലും ലാഭത്തിലാവും? ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. കൊച്ചിക്ക് ഇനിയെങ്കിലും കൊച്ചിയെ വികസിക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകൾ ചിന്തിക്കേണ്ട ഒന്നാണ്, എന്താണ് കൊച്ചി, അല്ലെങ്കിൽ കൊച്ചിയുടെ യഥാർത്ഥ ട്രാഫിക് എന്താണ്? കൊച്ചിയിൽ 2 പ്രധാനപ്പെട്ട റോഡുകളാണ്. ഒന്ന് MG റോഡ്, 2 ഹൈവേ പോകുന്നത് NH. ഇവ തമ്മിലുള്ള ട്രാഫിക്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാഫിക്കാണ് പ്രധാന ട്രാഫിക്. ഇത് ഇന്ന് ചെറിയ 2 റോഡുകളിലൂടെ കടന്നു പോകുന്നു. ഇത് മാറ്റി ഗോശ്രീ മാമംഗലം റോഡ്, ബാനർജി റോഡ് വികസനം
തമ്മനം പുല്ലേപ്പടി റോഡ്, ബണ്ട് റോഡ് എന്നിങ്ങനെ ഇതെല്ലാം വികസിപ്പിച്ചാൽ തന്നെ ഇതിനെ മറികടക്കാവുന്നതാണ്. ഇനി പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ ഭാഗം. നമ്മൾ കേരളത്തിലെ അധികാരികൾ ചിന്തിക്കുന്ന ഒന്നുണ്ട്. കേരളത്തിൽ കൊച്ചിയിൽ ഉണ്ടാക്കുന്ന പുതിയ റോഡുകൾ, ഈ റോഡുകൾ പ്രൈവറ്റ് വാഹനങ്ങൾക്ക് മാത്രമാണ് എന്നാണ് അവർ ചിന്തിക്കുക. ഞാൻ വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു ചിത്രം കാണാം. ഞാൻ വിദേശത്ത് പോയപ്പോൾ തായ്ലാന്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഓടുന്ന ഒരു വാഹനത്തിന്റെ ചിത്രമാണ് ഈ കാണുന്നത്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇത് ഏത് സ്ഥലത്താണോ ആ സ്ഥലത്ത് ആളുകൾ കൈ കാണിക്കുന്നു, കയറുന്നു, അവർക്ക് ഇറങ്ങേണ്ട സ്ഥലത്ത് ബെല്ലടിക്കുന്നു, അവരിറങ്ങി പോകുന്നു. എത്ര ദൂരം സഞ്ചരിച്ചാലും ഒരേ വാടകയാണ് അവർ കൊടുക്കുന്നത്. എത്ര പേർക്ക് അതിൽ കയറാവുന്ന അത്ര ആളുകൾക്ക് കയറാം. ഇതിന്റെ ഒരു പ്രത്യേകത, ഇട റോഡുകളിലൂടെ കടന്ന് സ്ഥിരമായിട്ട് പോകുന്ന ഒരു റോഡുണ്ട്, ആ റോഡുകളിലൂടെ കടന്ന് ഇത് പോകുന്നു. അപ്പോൾ എന്താണ് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വീടിന്റെ വാതിക്കയിൽ വേണമെങ്കിൽ പോലും ഇതിന് സ്റ്റോപ്പ് കിട്ടും. ഇവിടെ നിന്ന് നേരെ പോകുന്നത് വലിയ മാസ് ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റങ്ങളിലേക്ക്, ബസ് ആയിക്കോട്ടെ, മെട്രോ റെയിൽ ആയിക്കോട്ടെ, മറ്റ് ഏത് സിസ്റ്റത്തിലേക്ക് ആയിക്കോട്ടെ കടന്നു ചെന്ന് അവിടെ നിന്ന് മാസ് ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം വഴി കടന്ന് അടുത്ത സ്ഥലത്തെത്തി അവിടെ നിന്ന് ഇറങ്ങിയാൽ ഇതുപോലുള്ള ചെറുവാഹനങ്ങളിലൂടെ കടന്നു പോയാൽ തീർച്ചയായും അവർക്ക് കൂടുതൽ നല്ലതും പണലാഭവും ഉണ്ടാവുക, സമയലാഭം ഉണ്ടാവുക. ഇതെല്ലാം യഥാർത്ഥത്തിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിലാവും. ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്ന് പ്രധാനപ്പെട്ട റോഡിലേക്ക് വന്നാൽ മാത്രമേ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉള്ളൂ. ഇത് തന്നെയാണ് ഇന്നത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ ഏറ്റവും വലിയ പരാജയം. ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അധികാരികൾ ഇത് വ്യത്യാസപ്പെടുത്തുവാൻ പരിശ്രമിക്കുകയും അതിനുവേണ്ട നടപടികൾ എടുക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി. എനിക്ക് തോന്നുന്നു അടുത്തത് കൊച്ചിയിലെ ഗതാഗതത്തെ സംബന്ധിച്ച് ശക്തമായി ഇടപെടുന്ന ഒരാളാണ് അഡ്വക്കേറ്റ് എം ആർ രാജേന്ദ്രൻ നായർ. അദ്ദേഹത്തെ ഞാൻ രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. പ്ലീസ്. വളരെ വൈകിയ വേളയിൽ കൂടുതലായിട്ട് സംസാരിക്കുന്നതായിരിക്കും എന്നെ ശ്രദ്ധിക്കുന്നവർക്ക് സന്തോഷകരം. കൊച്ചിയില് നമ്മുടെ ധാരാളം നിയമങ്ങൾ നിലവിലുണ്ട്. അത് ഒരുപക്ഷെ ഇവിടുത്തെ നിയമം നടപ്പാക്കേണ്ട പോലീസുകാർക്കോ ബസ് ഉടമകൾക്കോ ഒന്നും തന്നെ ഇത് അറിയില്ല എന്നൊരു ധാരണയിലായിരിക്കും. ഇവിടെ 2011 അഭിപ്രായം നിലവിലുള്ള നിയമങ്ങൾ നേരെ ചൊവ്വേ നടപ്പാക്കണം. അതൊക്കെ നടപ്പാക്കണം. പോലീസുകാര്, മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റുകാര്, പാസഞ്ചേഴ്സ്, ബസ് ഉടമകൾ, കൊച്ചിൻ കോർപ്പറേഷൻ, ഇങ്ങനെയുള്ളവരൊക്കെ. കൊച്ചിൻ കോർപ്പറേഷന്റെ ചെയർപേഴ്സണ് അല്ലെങ്കിൽ മേയർക്ക് ഒരു കാര്യത്തെ പറ്റി അറിവില്ലെന്ന് എനിക്ക് ഞാൻ പോയി നിവേദനം കൊടുത്തപ്പോൾ മനസ്സിലായി. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി എന്നൊരു കമ്മിറ്റിയുണ്ട്, നിയമം അനുശാസിക്കുന്ന കമ്മിറ്റി. പോലീസ് ആക്ട് അനുസരിച്ചുള്ളതാ, 72ാം വകുപ്പ് അനുസരിച്ച്. ആ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി വേണം കൊച്ചി നഗരത്തിലെ ഗതാഗതത്തിന്റെ നടത്തിപ്പ് തീരുമാനിക്കാൻ. നമ്മുടെ ആരാധ്യയായ മേയർക്ക് അത് അറിയില്ലായിരുന്നു. ഞങ്ങൾ ചെന്നൊരു നിവേദനം കൊടുത്തപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഉടനെ തന്നെ അസിസ്റ്റന്റ് കമ്മീഷണർ സിറ്റി ട്രാഫിക് വെസ്റ്റിന് അവർ ഫോർവേഡ് ചെയ്തു ഫോർ ഇൻഫർമേഷൻ. ഐ ഡോണ്ട് തിങ്ക് ഇപ്പോഴും അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയതായിട്ട് അറിവില്ല. അതുപോലെ തന്നെ ഇവിടെ ചെറിയ ചെറിയ ബോട്ടിലാണ് വണ്ടികൾ ഓടിയിട്ട് വേണ്ട യാത്രക്കാർ പോകാൻ. അങ്ങനെയുള്ള കെടുകാര്യസ്ഥത കൊണ്ടാണ് നമ്മുടെ ഗതാഗതം
ഗംഭീരമായിട്ട് മുടങ്ങുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അത് നടപ്പാക്കാൻ നമുക്ക് ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് വാച്ച് തുടർച്ചയായിട്ട് ഇടപെടുന്നത് പോലെ ഇനിയും ഇടപെട്ട് മറ്റുള്ള സംഘടനകളെ സഹകരിപ്പിച്ച് നമുക്ക് ഒരു സമ്പൂർണമായ നിയമം പാലിക്കുന്ന ഒരു ഗതാഗത സംവിധാനം. ഇവിടെ ആന്റണി സാറും ഒക്കെ എല്ലാ പ്രമുഖരും പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ ശരിയാണ്. ഏട്ടിലെ പശു പുല്ല് തിന്നില്ല. നടപ്പാകണം. റോഡ് വേണം, വണ്ടി ഓടണം. അതിനകത്തുള്ള അഴിമതി അവസാനിക്കണം. ഇത് വണ്ടിയുടെ രംഗത്തും എല്ലാ രംഗത്തും റോഡിന്റെ രംഗത്തും ഒക്കെ സമ്പൂർണമായ അഴിമതി ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് ജനങ്ങൾക്ക് ഇതൊന്നും പ്രയോജനപ്പെടാത്തത് എന്ന് ആണ് എന്റെ അഭിപ്രായം. ഫെലിക്സ് പുല്ലൂടനും അതേ അഭിപ്രായം ഉണ്ടെന്ന് എനിക്കറിയാം. നമുക്ക് എല്ലാം കൂടെ ഒത്തുപിടിച്ച് ഏതെങ്കിലും തരത്തിൽ നഗരത്തിലെ ഗതാഗതത്തിലെ ആ കുരുക്ക് ഒന്ന് ഒഴിവാക്കാൻ പരിശ്രമിക്കാം. എന്റെ ഭാഗത്തു നിന്ന് എന്ത് തരത്തിലുള്ള സഹായം വേണമെങ്കിലും പാസഞ്ചേഴ്സിന് ചെയ്യാം. നേരത്തെ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. എന്റെ ഓരോ സമയത്ത് കുറഞ്ഞപക്ഷം എറണാകുളത്തെ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉന്നത ഉദ്യോഗസ്ഥനെ ഒരു കാലത്ത് ജയിലിൽ അയക്കാൻ, അയാളുടെ ജോലി കളയാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അന്ന് ഇപ്പൊ കഥ ഞാൻ വിവരിക്കുന്നില്ല. സാറ് അന്ന് അവിടെ കച്ചേരിപ്പടിയിൽ നിന്ന് ട്രാഫിക് തിരിച്ചുവിട്ട സമയത്തുള്ള ഇടപെടലൊക്കെ വളരെ കച്ചേരിപ്പടിയിൽ നിന്ന് വടക്കോട്ട് റോഡ് വളരെ മോശമായി കണ്ടപ്പോൾ എനിക്ക് സാധിച്ചത് അങ്ങനെയാണ്. എനിക്ക് ഇവിടെ നോർത്ത് വികസന സമിതി ഉണ്ടാക്കി അതിനകത്തൊരു 50 പേരെയും സംഘടിപ്പിച്ച് റോഡിൽ നിന്ന് ഗതാഗതം ഞങ്ങൾ തടസ്സപ്പെടുത്തിയപ്പോൾ പോലീസുകാർ വന്ന് ഞങ്ങൾക്ക് നന്ദി പറഞ്ഞു. കാരണം അവരുടെ മൂക്കിൽ പൊടി കയറുകയായിരുന്നു എന്ന് അവർക്കറിയാം. എന്നാലും മുകളിൽ നിന്നുള്ള ഉത്തരവ് അനുസരിക്കണ്ടേ? ഇവിടെ അങ്ങനെ ഇറാൻ മൂളികളായിട്ടുള്ള കുറെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഇറാൻ മൂളികളായ കുറെ രാഷ്ട്രീയക്കാരുണ്ട്. ജനങ്ങൾ ഇവിടെ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ആന്റണി സാർ പറഞ്ഞതുപോലെ ഏറ്റവും പാവപ്പെട്ടവന് ഒരു കാർ ഉണ്ടാകുന്നതല്ല ഗതാഗതത്തിന് വേണ്ടത്. ഏറ്റവും സമ്പന്നനായ ആള് പൊതുഗതാഗത സൗകര്യം ഉപയോഗിച്ച് പോകുന്ന ഒരു സംസ്കാരം ഉണ്ടാകുകയാണ് വേണ്ടത്. ആ സംസ്കാരം ഉണ്ടാക്കാൻ ജനങ്ങളെല്ലാം കൂടെ വിചാരിച്ചാൽ നടക്കും. അങ്ങനെ അത് രാഷ്ട്രീയക്കാരൻ വിചാരിക്കണം, ഉദ്യോഗസ്ഥ മേധാവികൾ വിചാരിക്കണം, മേയർ വിചാരിക്കണം, കൗൺസിലർമാർ വിചാരിക്കണം, എല്ലാവരും കൂടെ ഒത്തുപിടിക്കണം. നമുക്ക് ഇവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ടോ? ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കാൻ ഞാൻ കുറെ ഉത്തരവ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ബാനർജി റോഡിൽ ബസ് ബേ ഉണ്ടാക്കണമെന്ന് RTA ഉത്തരവ് ഞാൻ വാങ്ങിച്ചു കൊടുത്തു. എന്റെ ഉത്തരവ് ഇപ്പൊ ഉണ്ട്. ഉത്തരവ് അവരുടെ ഉത്തരത്തിൽ ഇരിക്കുകയാണ്. പിന്നെ എനിക്ക് പുറത്തിറങ്ങി നിന്ന് തടയാൻ കഴിയുന്ന ആരോഗ്യവും സമയമുള്ളപ്പോൾ ഇപ്പോഴും ഇന്ന് ഞാനിട്ടുണ്ട്. ഇവിടെ വേണ്ടാതീനം കാണിക്കുക തടയാൻ തന്നെ തയ്യാറുമാണ്. അതുകൊണ്ടൊന്നും ഒരാൾ തടഞ്ഞിട്ടോ ഒരു സംഘടന തടഞ്ഞിട്ടോ കാര്യമില്ല. നമ്മൾ ജനങ്ങളെ ആകെ ഉണർത്തണം. ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് വാച്ച് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ എനിക്ക് വളരെ സന്തോഷമാണ്. അതുകൊണ്ടാണ് ഞാൻ രാവിലെ 7 മണി മുതൽ 2 മണിക്കൂർ കേട്ടോണ്ടിരിക്കുന്നത്. കൂടുതൽ അറിവ് തേടാൻ നമുക്ക് ഇടപെടൽ, ജനകീയ ഇടപെടൽ കൊണ്ട് മാത്രമേ നമുക്ക് ഇതിന് എന്തെങ്കിലും ചെറിയ പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അത് നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി ആളുകൾ ഉത്സാഹിക്കണം. ഇപ്പം തന്നെ 47 പേരുണ്ടായിരുന്നു മീറ്റിംഗിന്, അവസാനം ഇപ്പൊ 20 പേരെ ഉണ്ടെന്ന് സ്ഥിതി. അവരുടെ സമയമില്ല, നമുക്ക് സമയമില്ല. അതുകൊണ്ട് നന്നായി നടക്കട്ടെ. ഇനിയും നമുക്ക് തുടർന്ന് ചർച്ചകൾ നടത്തിയാൽ പോരാ, അതിനൊരു ക്രിയാത്മകമായ ആക്ഷൻ തരണം. അതിന് വോട്ട് പിടിക്കാനല്ല കേട്ടോ. ഞാൻ ആക്ഷൻ വരുമ്പോൾ ഉടനെ എനിക്ക് വോട്ട് തരാൻ ചോദിക്കുകയാണെന്ന് ചോദിക്കാൻ എനിക്ക് വോട്ട് വേണ്ട, നിങ്ങളുടെ ആരുടെ വോട്ട് എനിക്ക് വേണ്ട, നിങ്ങളുടെ നോട്ട് കെട്ടും വേണ്ട. പക്ഷെ നമുക്ക് നിയമം പാലിക്കാൻ വേണ്ടി നമുക്ക് ഒത്തുകൂടി ഒന്ന് ഇറങ്ങാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ എവിടെങ്കിലും നമുക്ക് ഇറങ്ങാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ സർ, താങ്ക് യു വെരി മച്ച്. എനിക്ക് അടുത്തതായി ഇനി സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു എബിനു സർ ആയിരിക്കണം. കാരണം എപ്പോഴും മെട്രോ റെയിലിന്റെ നേരെ ഒരു ചൂണ്ടുവിരലായി നിൽക്കുന്ന ഒരാളാണ് എബിനു സർ. പ്ലീസ്. നമസ്കാരം സാറേ. ഞാൻ മെട്രോ റെയിലിനെ കുറിച്ചല്ല, എനിക്ക് ആന്റണി സാറിനോട് ചോദിക്കാനുള്ളത്, നമ്മളുടെ വൈപ്പിൻ സെക്ടറിൽ നിന്ന് ഏതാണ്ട് 40,000 പേര് ഒരു ദിവസം ഹൈക്കോടതി വഴി കടന്നു പോകുന്നു എന്നാണ് നമ്മൾ ഒരു കണക്കിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ KSRTCയുടെ ബസ്സുകൾ മാത്രം സർവീസ് ചെയ്താൽ ഈ 40,000 പേര് അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് പറ്റുമോ? രണ്ടാമത്തെ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വൈപ്പിനിൽ നിന്ന് വരുന്ന ബസ്സുകൾ ഇപ്പോൾ 13 വർഷമായിട്ട് ഈ ഹൈക്കോടതി ജംഗ്ഷനിലിട്ടാണ് അവർ തിരിക്കുന്നത്. നമ്മളൊരു ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേറെ ഒരു ബസ് സ്റ്റാൻഡിൽ പോയല്ലേ അവസാനിക്കേണ്ടത്. യാതൊരു സൗകര്യം ഇല്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഈ ബസ് അവസാനിപ്പിക്കുന്നത് നിയമപരമായിട്ട് തെറ്റല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വൈപ്പിനിൽ നിന്ന് വരുന്ന ബസ്സുകൾ ഹൈക്കോടതി ജംഗ്ഷനിൽ നിർത്താതെ തൊട്ടടുത്ത മെട്രോ സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ വൈറ്റില ഹബിലേക്കോ നീട്ടി കൊടുക്കേണ്ടതല്ലേ ശരിയായ രീതി? ആന്റണി സാറിൻ്റെ അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാം. അതുപോലെ ജസ്റ്റിൻ സാർ പറഞ്ഞു അവിടെ ബസ്സുകൾ ഓടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഇത് ക്രോസ് ചെയ്തിട്ട്. പക്ഷേ നമ്പർ ഓഫ് ബസ്സുകൾ വളരെ കുറവാണെന്നാണ് എൻ്റെ അഭിപ്രായം. അത് പോരാ, 40,000 പേര് അഡ്രസ്സ് ചെയ്യാനുള്ള ബസ്സുകൾ വൈപ്പിനിയിലേക്ക്
ഓടിക്കുന്നില്ലെന്നാണ്. ആദ്യം എനിക്ക് ആന്റണി സാറിന്റെ ഈ അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാം. കാരണം ബസ് സ്റ്റാൻഡ് ഇല്ലാതെ എങ്ങനെയാണ് ആ ബസ് അവിടെ ഹോൾട്ട് ചെയ്യുന്നത്, അത് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഓക്കെ, അടുത്തത് എനിക്ക് തോന്നുന്നു കുരുവിള മാത്യൂസ് ആയിരിക്കും സംസാരിക്കുന്നത് അല്ലേ? കുരുവിള മാത്യൂസ് എന്ന് പറയുന്നു കൊച്ചിയിലെ ട്രാഫിക്കിനെ പറ്റി ഒരു റെസിഡൻസ് അസോസിയേഷന്റെ നേതാവെന്ന നിലയിൽ. കഴിഞ്ഞ 2 മണിക്കൂറായി നമ്മൾ ഈ ഗതാഗത പ്രശ്നത്തെ പറ്റി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആന്റണി സാറിന്റെ പ്രസന്റേഷൻ വളരെ നന്നായിരുന്നു. പൊതുഗതാഗതം ശക്തിപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ ഈ കൊച്ചിയുടെ ഗതാഗത പ്രശ്നത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി കാണുന്നത് പൊതുഗതാഗതം ശക്തിപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ഇപ്പോൾ വൈറ്റില മൊബിലിറ്റി ഹബ്ബ് വന്നതോടുകൂടി നമ്മൾ ഒത്തിരി സമരമൊക്കെ നടത്തി നേടിയെടുത്ത പ്രൊജക്റ്റാണ്. മൊബിലിറ്റി ഹബ്ബ് വന്നതോടുകൂടി കുറച്ചൊക്കെ ഒരു പരിധിവരെ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായി. അതിന്റെ വാട്ടർ കണക്ടിവിറ്റിയും റെയിൽ കണക്ടിവിറ്റിയും ഒക്കെ പ്രോജക്ട് റിപ്പോർട്ടിലുണ്ട്. പക്ഷെ അതൊന്നും യാഥാർത്ഥ്യമാവുന്നില്ല. പക്ഷേ ആ മൊബിലിറ്റി ഹബിന്റെ ആ ഒരു സെക്കൻഡ് സ്റ്റേജിന്റെ ഡെവലപ്മെന്റ് പോലും അത് പെൻഡിങ് ആണ്. വർഷങ്ങളായി, കഴിഞ്ഞ 5 വർഷക്കാലമായി ഒരു ഡെവലപ്മെന്റും മൊബിലിറ്റി ഹബിൽ ഉണ്ടായിട്ടില്ല. മൊബിലിറ്റി ഹബിനെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി മാറ്റിയെടുത്തുവെങ്കിൽ മാത്രമേ ഈ പൊതുഗതാഗതം ശക്തിപ്പെടുത്തുന്നതിന് സാധിക്കുള്ളൂ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം റോഡുകളുടെ അപര്യാപ്തത തന്നെയാണ്. പൊതുഗതാഗതം ശക്തിപ്പെടുത്തുന്നതിന് നല്ല റോഡുകൾ വേണം. എറണാകുളം നഗരത്തിലേക്ക് വരുന്നത് പ്രധാനപ്പെട്ട ഈ സഹോദരൻ അയ്യപ്പൻ റോഡിന് പാരലായി പതിറ്റാണ്ടുകളായി വിഭാവന ചെയ്ത തമ്മനം പുല്ലേപ്പടി റോഡ് അതിപ്പോഴും ആ പഴയ ചുവപ്പ് നാടെ കുരുങ്ങി അവിടെ കിടക്കുകയാണ്. ആ റോഡ് ആരുടെയാണോ, കോർപ്പറേഷന്റെ ആണോ PWDയുടെ ആണോ എന്ന് ആർക്കും അറിയില്ല. ആ സ്ഥിതിയിൽ കിടക്കുക. അപ്പൊ നല്ല റോഡുകൾ ഉണ്ടാവണം, പൊതുഗതാഗതം ശക്തിപ്പെടുത്തണം. പിന്നെ ഈ ബസ് ഉടമ സംഘത്തിന്റെ രാജൻ അദ്ദേഹം പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ആ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഗവൺമെന്റ് ഉണ്ടാക്കണം. KSRTCക്ക് നഷ്ടമാണ്, അത് പക്ഷേ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുമായിരിക്കും. പക്ഷെങ്കിൽ KSRTC ഈ കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ലാഭകരമായി പോകുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ലാഭകരമാവുന്നു എന്നുള്ളത് നമ്മുടെ KSRTCയും അതൊന്ന് ഒരു പഠനത്തിന് വിധേയമാക്കിയാൽ, അവിടെയും ഇതുപോലെ തന്നെ ജീവനക്കാർക്ക് ശമ്പളവും ഗ്രാറ്റുവിറ്റിയും പെൻഷനും എല്ലാം കൊടുക്കുന്നുണ്ട്. അതേ സിസ്റ്റം തന്നെയാണ് കേരളത്തിലും ഉള്ളത്. തൊഴിലാളികൾക്ക് ആനുകൂല്യം കൊടുക്കണ്ട എന്നുള്ളതല്ല പറയുന്നത്. അതെങ്ങനെ ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റി ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ഇച്ഛാശക്തിയുള്ള ഒരു ഭരണ നേതൃത്വം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ. ഈ വൈകിയ വേളയിൽ ദീർഘമായ മറ്റു വിഷയങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. എന്നെ ഈ ചർച്ചയ്ക്ക് ക്ഷണിച്ചതിന് നന്ദി രേഖപ്പെടുത്തി. ഏതായാലും GCW ഇതുപോലെയുള്ള വിഷയങ്ങൾ, കൊച്ചിയുടെ പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു ചർച്ചയിലൂടെ ബഹുജന ശ്രദ്ധ ആകർഷിക്കുന്നതിനും ഭരണാധികാരികളുടെയും ഉത്തരവാദിത്തപ്പെട്ടവരുടെ മുന്നിൽ ഈ വിഷയങ്ങൾ എത്തിക്കുന്നതിനും നടത്തുന്ന പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ്. ശ്രീ ഫെലിക്സ് പുല്ലൂടനും അദ്ദേഹത്തിന്റെ ടീം അംഗങ്ങൾക്കും എല്ലാ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ശരി ശരി. കേൾക്കാൻ പറ്റുന്നുണ്ടോ ഫെലിക്സ്? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കാണാത്തോണ്ട് ഞങ്ങൾ ആകെ വിഷമിച്ചിരിക്കുക. ഈ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ സാങ്കേതികത്തെ കുറിച്ചും KSRTC നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചും എല്ലാം ആദ്യത്തെ പ്രഭാഷകരെല്ലാം വിശദമായി പറഞ്ഞു. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റേഴ്സിന്റെ ബുദ്ധിമുട്ടുകൾ, ടാക്സികളെ പറ്റിയും മറ്റുള്ള വിഷമതകളും എല്ലാം ശ്രീ രാജനും അവതരിപ്പിച്ചു. കൊച്ചിയുടെ പൊതു ഗതാഗത രംഗത്തിന് നമുക്ക് വേണ്ടത് കൂടുതൽ റോഡുകൾ വേണം, കൂടുതൽ ഉള്ള റോഡുകൾ ഡെവലപ്മെന്റ് വേണം എന്നുള്ള കാര്യം നിസ്സംശയമാണ്. പക്ഷെ അതിനെപ്പറ്റി നമ്മൾ വിശദമായി പല കാര്യങ്ങളിലും സംസാരിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വൈറ്റില ഹബിന്റെ ഡെവലപ്മെന്റ് ആണ്. വർഷങ്ങളായിട്ട് വൈറ്റില ഹബ്ബ് അങ്ങനെ കിടക്കുന്നു. ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞ് തുടങ്ങിയെങ്കിലും രണ്ടാമത്തെ സ്റ്റേജ് ഇതുവരെയും തുടങ്ങിയില്ല. വൈറ്റില ഹബിന് വേണ്ടിയിട്ട് ഒരു കമ്പനി തന്നെ ഫോം ചെയ്തിട്ടുണ്ട്. ഒരു IAS-കാരനെ അതിന്റെ മാനേജിംഗ് ഡയറക്ടർ നിയമിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ വൈറ്റില ഹബിന്റെ സെക്കൻഡ് സ്റ്റേജ് അതിനുള്ള എല്ലാ ഡിസൈനും തയ്യാറാക്കി കഴിഞ്ഞു. കിഡ്കോന്റെ ഡിസൈൻ തയ്യാറാക്കിയതാണ് അറിയാൻ കഴിഞ്ഞു. അത് ഇതുവരും തയ്യാറാക്കിയിട്ടില്ല. അതിനെല്ലാം ഒരു നടപടിയും ആയിട്ടില്ല. അത് എത്രയും വേഗം നടപ്പാക്കണമെന്നാണ് നമ്മളൊരു ആവശ്യം. അതുപോലെ തന്നെ KSRT ബസ് സ്റ്റാൻഡ്, ഇപ്പൊ സിറ്റിയുടെ കേന്ദ്രത്തിലുള്ള KSRT ബസ് സ്റ്റാൻഡ് യാതൊരു സൗകര്യവും ഇല്ലാത്തൊരു സ്റ്റേഷനായിട്ട് മാറിയിരിക്കുകയാണ്. ആ സ്റ്റേഷൻ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇപ്പോഴുള്ള കെട്ടിടം പൊളിച്ച് പണിയാതെ നടക്കില്ല. അതുകൊണ്ട് KSRT ബസ് സ്റ്റേഷൻ അത് ഇങ്ങോട്ട് കിഴക്കോട്ട് മാറ്റി വെണ്ടല ഭാഗത്തോ അല്ലെങ്കിൽ കാക്കനാടോ അല്ലെങ്കിൽ വൈറ്റിലയോ അടുത്തോ എവിടെയെങ്കിലും ഈ ബസ് സ്റ്റേഷൻ മാറ്റി സ്ഥാപിക്കുന്നത്
വളരെ അത്യാവശ്യമാണ്. അത് അവിടെ തന്നെ നിലനിർത്തി അതിൻ്റെ ഓപ്പറേഷൻ മറ്റുള്ള സിസ്റ്റത്തിനൊക്കെ ഉപയോഗിക്കാം. എങ്കിലും ബസ് സ്റ്റേഷൻ അവിടെ മാറ്റുന്നതിൻ്റെ വളരെയധികം മുൻകൈ എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു 8-10 കൊല്ലം കൂടി വെണ്ണലയിൽ കുറെ സ്ഥലങ്ങൾ നോക്കി വെച്ച് ബസ് സ്റ്റേഷൻ മാറ്റാൻ വേണ്ടി ഒരു നടപടി ഉണ്ടായെങ്കിലും അതിന് ഒരു പിന്തുണ ആരും കൊടുക്കാറുണ്ട്. അത് അവിടെ നിൽക്കുകയാണ്. അത് ഒരു ബസ് സ്റ്റേഷൻ മാറ്റി KSRT ബസ് സ്റ്റേഷൻ മാറ്റുന്ന കാര്യത്തിലും ഈ വൈറ്റില ഹബ്ബ് അത് ഡെവലപ്മെന്റ് കാര്യത്തിലും എത്രയും വേഗം ഒരു മുൻഗണന എടുക്കണം എന്ന് ജനകീയമായിട്ട് ആവശ്യപ്പെടുന്നു. കൂടുതലൊന്നും പറയാനൊന്നുമില്ല. നന്ദി. ഫിലിക്സ് നിർത്തുന്നു. ഓക്കെ സർ, താങ്ക് യു വെരി മച്ച്. അടുത്തതായിട്ട് സുബൽ പോളിനെ വിളിക്കുന്നു. അതിനുശേഷം അഡ്വക്കേറ്റ് ബൈജുലാൽ സംസാരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സുബൽ പോൾ പ്ലീസ്. ആദ്യമായി തന്നെ ഒരു ക്ഷമാപണം പറയാണ്. ഒരു ലോങ് ബ്രേക്കായി പരിപാടികൾക്കൊക്കെ പങ്കെടുത്തിട്ട്. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് വൈകിയാണ് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ആന്റണി സാറൊക്കെ പറഞ്ഞ വളരെ വിലപ്പെട്ട കാര്യങ്ങൾ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും എനിക്കൊരു ചുരുക്കി പറയാനുള്ളത്, നമ്മൾ തന്നെ ഒരു പ്രപ്പോസൽ ഉണ്ടാക്കിയിട്ട് അതൊരു എക്സ്പേർട്സിന്റെ ഒപ്പീനിയനും കൂടി ശേഖരിച്ചിട്ട് ഒരു റെമഡിയൽ മെഷേഴ്സും കൂടി അതിൻ്റെ അകത്ത് കാണിച്ചുകൊണ്ട് റെപ്രസെൻറ്റേഷൻ തയ്യാറാക്കിയിട്ട് അതിൻ്റെ അതോറിറ്റീസിന് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചു മുമ്പ് ഞാൻ കേട്ടത് ഇവിടെ നിയമങ്ങൾക്ക് യാതൊരു കുറവുമില്ല, നിയമങ്ങളെല്ലാം നിയമത്തിന് അഭാവമില്ല ഇവിടെ. പക്ഷെ അത് എത്തേണ്ടടുത്ത് ഇത് തയ്യാറാക്കിയിട്ട് നമുക്ക് എത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ഗ്രീവൻസുകൾ ഇപ്പോൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ട്രാഫിക് റെഗുലേറ്ററി അതോറിറ്റി ആക്ടിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആക്ടിനെ കുറിച്ച് പോലും നമ്മുടെ കോർപ്പറേഷൻ മേയർ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞത് അതൊരു എക്സാജറേഷൻ ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ബ്യൂറോക്രാറ്റ്സിന്റെ പൊതുവേ ഉള്ളൊരു അവസ്ഥ വിശേഷം അതാണ്. പിന്നെ എന്ന് കരുതി ഒരു പ്രത്യേക കാര്യം ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് ഒരു ഇവിടുത്തെ എക്സിക്യൂട്ടീവിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് എക്സിക്യൂട്ടീവിന് യാതൊരു അറിവ് കുറവുമില്ല, ശുഷ്കാന്തി കുറവുമില്ല. അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഇവിടെ ഈ ഇതുവരെ ആരെങ്കിലും പറഞ്ഞോ എന്ന് എനിക്കറിയില്ല, ഞാൻ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തതുകൊണ്ട്. ഇവിടെ ഒരു ഔചിത്യമില്ലാത്ത പാർക്കിംഗ് സമ്പ്രദായം നമ്മുടെ സിറ്റിയിൽ, അത് ഗതാഗതക്കുരുക്കിന് വലിയ കാരണമാക്കുന്ന ഒരു സംഗതി തന്നെയാണ്. എല്ലാവരും ബസ്സിനെയാണ് വില്ലനായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്, വലിയ വാഹനമായതുകൊണ്ട്. അപ്പോൾ ബസ് ഓടാത്ത വഴികളുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് സൂചിപ്പിക്കാൻ, രണ്ട് ചെറിയ കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ബസ് ഓടാത്ത ചെറിയ വഴികൾ. രണ്ട്, കാൽനടക്കാർ. ഈ രണ്ട് കൂട്ടരുടെയും ഗ്രീവൻസുകൾ ആരെങ്കിലും ഇവിടെ ഹൈലൈറ്റ് ചെയ്തോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതും ഈ പറഞ്ഞ പോലെ കൊച്ചിയുടെ വികസനത്തെയും അതിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യമാണ് അവിടെ ഹനിക്കപ്പെടുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ചെറിയ ഒരു 2-3 എക്സാമ്പിൾ മാത്രം ഞാൻ പറയാം. ഇപ്പൊ പുല്ലേപ്പടി പാലം, ആ പാലം വന്നു, അത് വിഭാവന ചെയ്തപ്പോൾ ഒട്ടും ഒരു ഫോർസൈറ്റ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു വിഭാവനയല്ലേ ചെയ്തത്. കാരണം ഈ പാലം വന്ന് രണ്ടറ്റത്തും ലാൻഡ് ചെയ്യുമ്പോൾ അതിനുള്ള സ്പേസ് ഇട്ടിട്ടാണോ ഈ പാലം പണിത്? അല്ല. അപ്പൊ ഈ പണിത ആൾക്കാർക്ക് ഇത് മുൻകൂട്ടി അറിവില്ലായിരുന്നു എന്ന് പറയാനും കഴിയില്ല. അപ്പൊ ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്, ഈ പാലം പണിതതിന് അക്വിസിഷൻ വഴി, കമ്പൽസറി അക്വിസിഷൻ വഴിയും ഫ്രീ സറണ്ടർ വഴിയെല്ലാമാണ് ആ പാലം അവിടെ പണിയാനായിട്ട് കഴിഞ്ഞത്. അത് കഴിഞ്ഞെങ്കിൽ ഈ ലാൻഡിങ്ങിനുള്ള സ്ഥലത്തും ഈ നിയമതത്വങ്ങൾ ആപ്ലിക്കബിൾ അല്ലേ, ചെയ്യാമായിരുന്നില്ലേ? അതുപോലെ തന്നെ ഈ പുല്ലേപ്പടി പാലം വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നൊരു കൺഫ്യൂഷനും എംബറാസ്മെന്റും ആണ്. MG റോഡിലേക്ക് എങ്ങനെയാണ് പോകേണ്ടത്, ED റോഡിലേക്ക് എങ്ങനെയാണ് പോകേണ്ടത്, കൺഫ്യൂഷനാണ്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെ ഒരു റെമഡിയൽ മെഷർ എന്നുള്ള നിലയ്ക്ക് ഒരു ഫ്ലൈ ഓവർ സിസ്റ്റം ഇതിന് കുറേയൊക്കെ പ്രയോജനം ചെയ്യും എന്ന് തന്നെയാണ് തോന്നുന്നത്. ഇതുപോലെ തന്നെ വേറെ സ്ഥലമുണ്ട്. 3 എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ പച്ചാളം പാലം ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പ്രൈവറ്റ് ബസ്സുകൾ തിരിയുന്ന സ്ഥലമാണ്, അതിനുള്ള സ്പേസ് അവിടെ ഇല്ല. അപ്പൊ ഇതൊന്നും വിഭാവനകളില്ലാതെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ എല്ലാം ഈ പറഞ്ഞ പോലെ ഫ്ലൈ ഓവർ കൊണ്ട് ചെറിയ വാഹനങ്ങളെയും കാൽനടക്കാരെയെങ്കിലും സംരക്ഷിക്കാൻ കഴിയുമെങ്കിൽ അതൊരു വലിയ നേട്ടമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ബസ്സിന്റെ ഓട്ടവും മത്സര ഓട്ടവും അല്ലെങ്കിൽ ബസ്സുകളുടെ എണ്ണം ഇനിയും കൂട്ടലും അതിനേക്കാൾ അത് ചെയ്തോട്ടെ. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ, ബ്രോഡ്വേ കൂടി ഏതായാലും ബസ് ഓടുന്നില്ലല്ലോ. ബ്രോഡ്വേ ബസ് ഓടിയത് കൊണ്ട് ഗതാഗത സ്തംഭനം ഉണ്ടായതല്ലല്ലോ. അവിടെ എത്രയോ വർഷങ്ങളായിട്ട് അവിടെ എന്താണ് ഒരു പരിഹാര മാർഗം നമുക്ക് പറയാൻ കഴിയുക?
നമുക്ക് കാൽനടക്കാരന് നടന്നു പോകാൻ കഴിയുമോ ബ്രോഡ്വേ കൂടി? വണ്ടി ഓടിക്കൽ അവിടെ നിൽക്കട്ടെ. അപ്പൊ അതിന്റെ ഒരു കോസ്റ്റൽ എത്ര മീറ്റർ ഉണ്ടാവും ബ്രോഡ്വേയുടെ നീളം? അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് പഠിക്കാൻ നമുക്ക് വളരെ ഈസി ആയിട്ട് കഴിയുന്നൊരു കാര്യം. അപ്പൊ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഉള്ള വികസനമേ ഇവിടെ നടക്കുകയുള്ളൂ. അല്ലാതെ ഒരു ഓവറോൾ ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് വികസിപ്പിക്കാമെന്നുള്ള ഒരു ഡ്രീം അത് ഇല്ല. അപ്പൊ അതുകൊണ്ട് ഈ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ റെമഡിയൽ മെഷേഴ്സ് നമ്മൾ തന്നെ ഒരു രൂപരേഖ ഉണ്ടാക്കിയിട്ട് അതോറിറ്റീസിന് സബ്മിറ്റ് ചെയ്ത് അവരെ എൻലൈറ്റൻ ചെയ്ത് എന്തെങ്കിലും ഒരു പരിഹാര മാർഗം കണ്ടെത്താം എന്നാണ് എൻ്റെ ഒരു പ്രത്യാശ. ഞാൻ നിർത്തുകയാണ്. എന്നെ ഇതിന് വിളിച്ചതിന് വളരെയധികം നന്ദി. നമസ്കാരം.